ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് അർത്തന. എഡ്ഫിൽ ലേണിംഗ് അക്കാദമിക് കോർഡിനേറ്റർ ആണ്. എഡ്ഫിൽ ലേണിംഗ് അവതരിപ്പിക്കുന്ന നെറ്റ് മാരത്തോൺ സ്പെഷ്യൽ വെബിനാർ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് ആണ്. റിസർച്ച് മെത്തഡോളജി ആണ് ഇന്ന് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക്ക്. ഇംഗ്ലീഷിലെ യൂണിറ്റ് ആണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് റാനിയ മിസ് ആണ്. സെഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യാണ്. മാം സ്റ്റാർട്ട് ചെയ്തോളൂ മാം. Hello, good evening all. Welcome to the session. And today's unit that we are going to cover will be research methodology. Research methodology and materials in English. It's a bit of a lengthy കുറച്ച് facts and notes ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്, ബട്ട് വെയിറ്റേജ് കമ്പാരിറ്റീവ്ലി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആയിക്കോട്ടെ, ലിറ്റററി ക്രിറ്റിസിസം ആയിക്കോട്ടെ, ലിറ്റററി തിയറി ആയിക്കോട്ടെ, when compared to all these things, a bit of weightage is been less for this category. പക്ഷേ നമുക്ക് NTA we can't trust, they might surprise us with certain questions. So അതുകൊണ്ട് തന്നെ we have to understand every portions. So research methodology പറയുമ്പോൾ we know we have done PG ടൈമിൽ we might have done projects, dissertation ചെയ്തിട്ടുണ്ടാവും. So ഡിഗ്രി ടൈമിൽ പ്രോജക്റ്റും PG ടൈമിൽ ഡിസർട്ടേഷനും ചെയ്തിട്ടുണ്ടാവും. സോ അതിൽ യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് മെത്തഡോളജീസ്, കുറച്ച് ടെക്നീക്സ്, കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെയാണ് ഈ റിസർച്ച് മെത്തഡോളജി ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷിൽ we'll be covering with. So let's move on to this overview of research methodology. And നമ്മൾ നെറ്റ് എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി വി ഷുഡ് മേക്ക് ആ പ്രിപ്പറേഷൻ വെരി വിഗറസ്. ആൻഡ് ഓൾസോ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പർ റിവിഷൻ ഇസ് ഓൾസോ വെരി മച്ച് റിക്വയർഡ്, ബിക്കോസ് ദിസ് ടൈം ഇറ്റ്സ് നോട്ട് മച്ച് അബൌട്ട് നമ്മൾ കുറേ ന്യൂ ആയിട്ടുള്ള നോളജ് കളക്ട് ചെയ്യുന്നതിനേക്കാൾ പുറമെ വാട്ട് ഓൾ ദാറ്റ് വി ഹാവ് സ്റ്റഡീഡ് സോ ഫാർ, അതിൽ ഹാവ് എ റിവിഷൻ, മേക്ക് എവറി നോളജ് ദാറ്റ് യു ഹാവ് കളക്റ്റഡ് സോ ഫാർ ഇൻ യുവർ മെമ്മറി. Is there any problem with the audio? If you have any issues, please do say, okay. Any issues with the audio, any clarity issues? Because okay, I'll share it once more. Okay, so let's move on to the overview of this unit, research methodology, which is the unit 10 of our NET syllabus. Let's move on to the chapters. So research methods and materials in English, we can check what all are we going to discuss. Research methods in the particular research conducting and what all methods we use, the materials using, the format, there is rules and regulations regarding doing research in English. Either research format, there is a particular rule and regulation going to research ongoing process. We have to take on a lot of methodologies. There is a lot of techniques that we have to apply. We can check. So basically, what do you mean by research? What do you mean? What is actually research? So research is a systematic, logical and critical investigation to discover new knowledge or reinterpret existing ideas. So research നമ്മൾ basically conduct ചെയ്യുന്നത്
കാര്യത്തിനെ പറ്റി അറിയാം. സോ വി വോണ്ട് എ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദാറ്റ്. സോ ദാറ്റ് ഈസ് ദ ബേസിക്. എപ്പോഴും ജനറലി റിസർച്ച് നമ്മൾ നടത്തുന്നത് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ള കാര്യത്തിന് കുറച്ചും കൂടി ഡീപ്പർ ലെവൽ ആയിട്ടുള്ള അനാലിസിസ് ആൻഡ് ഡീപ്പർ ലെവൽ അണ്ടർസ്റ്റാൻഡിംഗ് വേണ്ടിയിട്ടാണ് വിൽ ഗോ ത്രൂ റിസർച്ച് പ്രൊസീജിയർ. ആൻഡ് ഓൾസോ സർട്ടൻ അക്കാഡമിക് നീഡ്സിന് വേണ്ടി, നമ്മുടെ അക്കാഡമിക് പ്രോജക്ട്സിന് വേണ്ടി വി ഹാവ് ടു present a lot of research. I'll just share it once more. Please, do anyone say that if it is okay or not okay? Okay. Okay, so now can you hear me? Is it okay now? Okay, so I will start over once more that what do we mean by a research? What basically is research? Research കൊണ്ട് എന്തൊക്കെയാ ഉദ്ദേശിക്കുന്നത്? What do you mean basically with this process of research? So research is a systematic ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് റിസർച്ച് എന്ന് പറയുന്നത്. Okay, so okay, research is a systematical and logical and critical investigation. It is a critical investigation. നമ്മളൊരു കാര്യത്തിന് we know these things exist. For example, feminist theory അല്ലെങ്കിൽ structuralist theory or else പോസ്റ്റ് സ്ട്രക്ചറലിസം, ജെൻഡർ സ്റ്റഡീസ്. ഇപ്പൊ ജെൻഡർ സ്റ്റഡീസിലൊക്കെ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഓവർവ്യൂ അറിയാം. ജെൻഡർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ പറ്റി ഡിസ്കസ് ഒരു ഡിസിപ്ലിൻ ആണ് ജെൻഡർ സ്റ്റഡീസ് എന്ന് വീണു. ബട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് മോർ ഡീപ്പർ ലെവൽ, കുറച്ചും കൂടി ഒരു കോർ ലെവൽ അണ്ടർസ്റ്റാൻഡിങ്, മോർ ഓഫ് എ detailed oriented ആയിട്ടുള്ള more of an explication level understanding we need on particular topic. For example, gender studies. അപ്പൊ gender studiesന്റെ basic outer level understandingന് പുറമെ കുറച്ചും കൂടി deeper level understandingന് വേണ്ടിയിട്ട് we'll do conduct research. And also for academic purposes also we do conduct research. But research എന്ന് പറഞ്ഞാൽ we can't do it very easy going ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല research, because research ചെയ്യുമ്പോൾ there is a lot of systematic approach that we have to നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മുടെ ടൈം. വി ഹാവ് ടു ബി വെരി ക്രിട്ടിക്കലി ഇവാലുവേറ്റിംഗ് സർട്ടൻ ടോപ്പിക്സ്. ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, നമ്മളൊരു ഡിറ്റക്റ്റീവ് പോലെ, ഡിറ്റക്റ്റീവ് എന്താ, ഒരു കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്ലൂസ് ഒക്കെ തരും, പ്രൂഫ്സ് ഒക്കെ തരും. എന്നിട്ട് ആ ക്ലൂസ് ഒക്കെ കിട്ടിയിട്ട് നമ്മൾ ആ ക്ലൂസിനെ ഒക്കെ ഒരുമിച്ച് കമ്പൈൽ ചെയ്തിട്ട് വീൽ അനലൈസ് ഹൂ ക്രൈം ചെയ്ത ക്രിമിനൽ ആരാണ്, ഹൂസ് ദ one behind this crime കണ്ടുപിടിക്കും. Similar goes like this with the research also. അപ്പൊ റിസർച്ചില് നമുക്ക് കിട്ടിയ നമ്മൾ കുറേ എക്സ്പ്ലോർ ചെയ്യും, കുറേ ടെക്സ്റ്റ് എക്സ്പ്ലോർ ചെയ്യും, കുറേ ഓത്തർ ലൈഫ് എക്സ്പ്ലോർ ചെയ്യും, കുറേ തിയറി എക്സ്പ്ലോർ ചെയ്യും. ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ക്ലൂസ് ഒക്കെ കണ്ടുപിടിച്ച് നമ്മൾ കണ്ടെത്തുന്ന കുറച്ച് കാര്യങ്ങൾക്കാണ് റിസർച്ച് എന്ന് പറയുന്നത്. സോ റിസർച്ച് ഇസ് എ സിസ്റ്റമാറ്റിക് പ്രോസസ്. അത് ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഈസി ഗോയിങ്. ഇറ്റ്സ് സംതിങ് ദാറ്റ് വി ഹാവ് ടു ഡു ഇൻ വെരി സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആർ ദർ ടു ഫോളോ when we consider research. And also it is logical, it is critical investigation to discover new knowledge or reinterpret existing ideas. ചില സമയത്ത് it can be, research can be conducted in order to find a new knowledge that hasn't been existing. ഒരു സമയത്ത് എക്സിസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ, ഡിസ്കവർ ചെയ്യാൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഓൾസോ റീഇൻറ്റർപ്രറ്റ് എക്സിസ്റ്റിംഗ് ഐഡിയാസ്. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കുറച്ച് തിയറീസ് ഉണ്ടാവും, കുറച്ച് കോൺസെപ്റ്റ്സ് ഉണ്ടാവും, കുറച്ച് ടോപ്പിക്സ് ഉണ്ടാവും. ഇതിനെപ്പറ്റി കുറച്ചും കൂടി പഠിച്ചിട്ട് റീഇൻറ്റർപ്രറ്റിംഗ് ഇസ് വാട്ട് റിസർച്ച് ക്യാൻ ബി ഡൺ ഫോർ.
In English literature, basically, it means studying text. English literature വരുമ്പോൾ റിസർച്ചിന് എന്തൊരു ഡിഫറൻസ് ആ വരുന്നത്? In English literature, it means studying text, authors, genres, theories, cultural backgrounds, and historical context to understand literature in a more deeper way. അപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതോ ഒരു വർക്ക്, ഒരു ഓതറിന്റെ ഒരു വർക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു ഓതറിനെ പറ്റി പഠിക്കാം, ഒരു ഓതറിന്റെ ഒരു വർക്കിനെ പറ്റി പഠിക്കാം, ഏതെങ്കിലും ജോൺറേസ് എന്ന് പറയുമ്പോൾ ഡ്രാമ, ഒറിജിൻ ഓഫ് ഡ്രാമ, അല്ലെങ്കിൽ ഒറിജിൻ ഓഫ് പോയിട്രീന്റെ ഹിസ്റ്റോറിക്കൽ റെവല്യൂഷൻ, അല്ലെങ്കിൽ നോൺ ഫിക്ഷൻ റൈറ്റിംഗ്സ് ആരാ സ്റ്റാർട്ട് ചെയ്തത്, നോൺ ഫിക്ഷൻ റൈറ്റിംഗ്സ് ഈ ഒരു മോഡേൺ കണ്ടംപററി സ്റ്റേജിൽ എങ്ങനെയാണ് നിൽക്കുന്നത്. സോ ഓൾ ദീസ് തിങ്സ് വി ക്യാൻ ഡിസ്കസ്. ഒരു ടെക്സ്റ്റിന്റെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്താ, അത് ഓതറിന്റെ ഇന്റൻഷൻ എന്താ, ആ ടെക്സ്റ്റ് ഹിസ്റ്റോറിക്കലി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, റെലവെന്റ് ആണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി ഡീപ്പർ ലെവൽ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യുന്നതിനാണ് വാട്ട് വി കോൾ researches. Okay, so this is basically what research is. So next, there are certain types of research. There are there is a division. റിസർച്ച് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആൻഡ് മെത്തഡോളജി ഫോളോ ചെയ്യുന്നതാണ് റിസർച്ച്. നമ്മൾ സാധാരണ എസ്സേ എഴുതുന്ന പോലെ ഒന്നും അല്ല. റിസർച്ച് കുറച്ചും കൂടി ഡീപ്പർ ലെവലാണ്. റിസർച്ച് കുറച്ചുകൂടി സ്ക്രൂട്ടനൈസ് ചെയ്യപ്പെടും. അത് നമ്മളൊരു വർക്ക് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾസോ റിസർച്ച് ഏതൊക്കെ ടൈപ്സ് ഉണ്ടെന്ന് ലെറ്റ്സ് ഗോ ത്രൂ. So, first of all, by nature, there are two different types of research. That is basic അല്ലെങ്കിൽ pure research. Basic or pure research, generally used as pure research. Pure research എന്നാണ് generally പറയാം. സോ പ്യുവർ റിസർച്ച് എന്തിനാ? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ, അതായത് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു നോളജിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് അതിൽ കുറച്ചും കൂടി പഠിക്കാൻ വേണ്ടി, ടു അണ്ടർസ്റ്റാൻഡ് എ ലോട്ട് ഓഫ് തിങ്സ് ഓർ ടു ലേൺ, നമുക്ക് പേഴ്സണലി ലേൺ ചെയ്തിട്ട് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്യുവർ റിസർച്ച് യൂസ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഫെമിനിസ്റ്റ് തിയറി അറിയാം. അപ്പൊ ഫെമിനിസ്റ്റ് തിയറിയിൽ ആരാ അത് കൊണ്ടുവന്നത്, അത് എത്രത്തോളം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സിലാണ് ഫെമിനിസ്റ്റ് തിയറി ഡിസ്കസ് ചെയ്യുന്നത്, ഏതൊക്കെ റൈറ്റേഴ്സ് ആണ് ഇതിന്റെ ബിഹൈൻഡ് ഉള്ളത്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഫെമിനിസ്റ്റ് തിയറി ഫിക്ഷണൽ റൈറ്റിംഗ്സിൽ കൊണ്ടുവന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഐ ഡു കണ്ടക്ട് expansion of knowledge. To expand my knowledge, I do conduct research. This is called as pure research. ഈ ഒരു ടൈപ്പിൽ റിസർച്ച് നമ്മൾ ഒരു കാര്യത്തിന് ഡീപ്പർ ലെവൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്നിട്ട് നോളജ് ലെവലായിട്ട് മാത്രം വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചിനാണ് പ്യുവർ റിസർച്ച് എന്ന് പറയാം. അതിന് പ്രാക്ടിക്കൽ യൂസ് ഉണ്ടാവില്ല. നമുക്ക് എക്സ്ട്രാ നോളജ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു എയിം മാത്രമേ പ്യുവർ റിസർച്ചിൽ ഉണ്ടാവുള്ളൂ. ആൻഡ് വെറാസ് ഒരു എക്സാമ്പിൾ ഉണ്ട് പ്യുവർ റിസർച്ച്, സ്റ്റഡിങ് മിസ്റ്റിസിസം ഇൻ ബ്ലേക്ക് ഫോർ ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്. അതായത് വില്യം ബ്ലേക്കിന്റെ പോയട്രിയിൽ മിസ്റ്റിസിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് എത്രത്തോളം പ്രസന്റബിൾ ആണ് അല്ലെങ്കിൽ എത്രത്തോളം വിസിബിൾ ആണെന്ന് നമ്മൾ പഠിക്കുന്ന, ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് കോൺസെപ്റ്റ്. മിസ്റ്റിസിസം ബ്ലേക്കിന്റെ പോയട്രിയിൽ എത്രത്തോളം പ്രസന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വി ഡു കണ്ടക്ട് റിസർച്ച്. ആൻഡ് ദിസ് ഇസ് ഫോർ ഓൺലി ഫോർ the purpose of understanding അല്ലെങ്കിൽ more knowledge expansion വേണ്ടിയിട്ടാണ് ഈ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് ഈസ് പ്യുവർ റിസർച്ച്. അതിനൊരു പ്രാക്ടിക്കൽ യൂസും ഉണ്ടാവില്ല, ജസ്റ്റ് ടു എക്സ്പാൻഡ് our knowledge. ആൻഡ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന റിസർച്ച് വഴി ദർ വിൽ ബി എ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ യൂസിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് ജനറലി സയൻസിലാണ് കൂടുതൽ കണ്ടുവരാറ്, ബട്ട് ഓൾസോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലും അപ്ലൈഡ് റിസർച്ച് നടത്താറുണ്ട്. ഫോർ എക്സാമ്പിൾ ESL അല്ലെങ്കിൽ ELT, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ്. കുട്ടികളിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ് എ ഫോറിൻ ലാംഗ്വേജോ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജോ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് റൂമിൽ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാം, ഏതൊക്കെ ടെക്നീക്സ് അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സ് യൂസ് ചെയ്യാമെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് വി ഡു കണ്ടക്ട് റിസർച്ച്. ആൻഡ് അത് പ്രാക്ടിക്കൽ ലെവലിൽ നമ്മൾ അപ്ലൈയും ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ റിസർച്ചിനെയാണ് നമ്മൾ പറയുക അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച്. അപ്പൊ അപ്ലൈഡ് മീൻസ് ഇൻ ആപ്ലിക്കേഷൻ. അത് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതൊരു
കുറച്ചും കൂടി പ്രാക്ടിക്കൽ യൂസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ് അപ്ലൈഡ് റിസർച്ച്. അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്യുവർ റിസർച്ച് ആൻഡ് അപ്ലൈഡ് റിസർച്ച്. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് ക്ലാസ് റൂമിൽ ഏതൊക്കെ ടൂൾസ് യൂസ് ചെയ്യാം, സോ ദാറ്റ് ഈസ്, എന്നിട്ട് അത് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രൂവ് ചെയ്യുന്നതിനാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയുന്നത്. വെറാസ് പ്യുവർ റിസർച്ച് ഇസ് പ്യുവർലി ഡെഡിക്കേറ്റഡ് ടു എക്സ്പാൻഡിങ് അവർ നോളജ്. നമ്മുടെ എക്സിസ്റ്റിംഗ് നോളജിനെ കുറച്ചും കൂടി വാസ്റ്റ് ആക്കാൻ, കുറച്ചും കൂടി വൈഡർ ആക്കാൻ, നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന റിസർച്ചിനെയാണ് നമ്മൾ പ്യുവർ റിസർച്ച് എന്ന് പറയുന്നത്. സോ ദാറ്റ് ആർ ടു ഡിവിഷൻസ്, പ്യുവർ റിസർച്ച് ആൻഡ് applied research. ഇനി by method വേറെയും കുറച്ച് ഡിവിഷൻസ് ഉണ്ട്. The first division goes like qualitative research. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും qualitative and quantitative. ഇവിടെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താ? ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ കോണ്ടന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും, അതായത് സബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മൾ കുറച്ചും കൂടി നമ്മളുടെ ഇന്റർപ്രിട്ടേഷൻസും നമ്മളുടെ ക്രിട്ടിക്കൽ അനാലിസിസും ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ കുറെ ലിറ്റററി ടെക്സ്റ്റ് പഠിക്കുന്നു, ഒബ്സർവേഷൻസ് ചെയ്യുന്നു, ആൻഡ് കുറെ കേസ് സ്റ്റഡീസ് ഒക്കെ നടത്തിയിട്ട്, അല്ലെങ്കിൽ ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ട് അതിലത്തെ കോണ്ടന്റ്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ് എടുത്ത് അതിന്റെ മീനിങ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് കൾച്ചർ ഒക്കെ ഡിസൈഫർ അല്ലെങ്കിൽ ഡീകോഡ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാ. ഇത് പ്യോർലി കോണ്ടന്റ് അല്ലെങ്കിൽ ടെക്സ്റ്റൽ ഡിസ്ക്രിപ്റ്റീവ് കോണ്ടന്റ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മീൻസ് ബേസിക്കലി നിങ്ങൾ ഇത് ആലോചിച്ചാൽ മതി, ഒരു ടെക്സ്റ്റിന്റെ ക്വാളിറ്റി, ആ കോണ്ടന്റിന്റെ ക്വാളിറ്റി, ആ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ടെക്സ്റ്റിൽ എന്തൊക്കെ കോണ്ടന്റ് ആണോ വെച്ചിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹൗ ഡു വി കണ്ടക്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ത്രൂ ഇന്റർവ്യൂസ്. നമ്മൾ ഈ റൈറ്റർ ആ ബുക്കിനെ പറ്റിയിട്ട് കൊടുത്തുള്ള ഇന്റർവ്യൂസ് വാച്ച് ചെയ്യും, അല്ലെങ്കിൽ ത്രൂ ഒബ്സർവേഷൻസ്. ഇപ്പൊ നമ്മൾ ഏതൊരു വർക്ക് എടുക്കുക അല്ലെങ്കിൽ അതിൽ ഒബ്സർവ് ചെയ്തിട്ട് വി ഡു ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദാറ്റ് വർക്ക് ആൻഡ് ഓൾസോ ഡു കേസ് സ്റ്റഡീസ് ഇഫ് പോസിബിൾ. ഈ ഒരു നമ്മളിപ്പോൾ ഫെമിനിസ്റ്റ് തിയറിയാണ് എടുക്കുന്നതെങ്കിൽ ഫെമിനിസ്റ്റ് തിയറിയിലുള്ള കോൺസെപ്റ്റ്സ് ഇപ്പോൾ ലൈക്ക് രണ്ട് ജെൻഡേഴ്സിനും കൊടുക്കാം, മെയിൽ ആൻഡ് ഫീമെയിലിനും കൊടുക്കുക. ഹൗ ഡു യു ആക്സെപ്റ്റ് ഫെമിനിസ്റ്റ് തിയറി എന്ന് ചോദിക്കാം. അപ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസ് അനുസരിച്ച് അവരുടെ കോണ്ടന്റും കൂടി എടുത്ത് ഒരു സബ്ജക്റ്റീവ് വേയിൽ ഒരു കോണ്ടന്റ് പ്രസന്റ് ചെയ്യുന്നതിനാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. ഡു റിമെമ്പർ ക്വാളിറ്റി കോണ്ടന്റ്, ദാറ്റ് ഈസ് വാട്ട് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മീൻസ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ലുക്ക്, നേരത്തെ ക്വാളിറ്റേറ്റീവ് ആയിരുന്നു, അപ്പൊ ക്വാളിറ്റി കോണ്ടന്റ്. അപ്പൊ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, അപ്പൊ എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഇൻ ദ ഫോം ഓഫ് ലോജിക് ആൻഡ് ഡാറ്റ, അതായത് നമ്പേഴ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, സർവേസ്, ഒരു നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റ അനാലിസിസ് വഴി നമ്മൾ പ്രസന്റ് ചെയ്യുന്ന റിസർച്ചിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാ. ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് സർവേസ് യൂസ് ചെയ്യും, ക്വസ്റ്റനേഴ്സ് യൂസ് ചെയ്യും, എക്സ്പെരിമെന്റ്സ് യൂസ് ചെയ്യും, ആൻഡ് ഓൾസോ വി അണ്ടർസ്റ്റാൻഡ് എത്രത്തോളം നമ്പേഴ്സ് ആയിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ്, മോർ ഓഫ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, ഒരു സയന്റിഫിക്കൽ സ്റ്റഡി നടത്തും. റൈറ്റ് ടു വോട്ട് ആയിരുന്നു ഒരു മേജർ സഫറേജ് മൂവ്മെന്റ്, ഫെമിനിസ്റ്റ് തിയറി സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റിൽ ഈ റൈറ്റ് ടു വോട്ട് ഏത് ഇയർ ആണ്, എത്രത്തോളം വുമൻ, നമ്മൾ സർവേ നടത്തും. ഇപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ എത്ര വിമന് റൈറ്റ് ടു വോട്ട് ഉണ്ട്, എത്ര വിമൻ ആർ വോട്ടിംഗ്, ആർ ഗെറ്റിംഗ് ഇൻ ടു ഫോർ ഫ്രണ്ട്, ഹൗ മെനി ആർ നോട്ട് അലൗഡ് ഓൾസോ. സോ അപ്പൊ നമ്മൾ സർവീസ് ഒക്കെ നടത്തിയ നമ്പേഴ്സ് നോക്കുക, ഡാറ്റ നോക്കുകയാണ് എത്രത്തോളം ഇത് ട്രൂ ആണെന്ന്, അങ്ങനെ നോക്കി പഠിക്കുക. അല്ലെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് നടത്താണ്. അപ്പൊ എൻവയോൺമെന്റിൽ എത്രത്തോളം പൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ സ്ഥലത്ത് പൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ ഓരോ സ്ഥലത്തും പോയി സർവേ എടുത്ത് സ്റ്റാറ്റിസ്റ്റിക്കലി പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയാം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് സബ്ജക്റ്റീവ് ആയിരിക്കും. നമ്മൾ നമ്മുടെ പേഴ്സണലി ഓരോ ടെക്സ്റ്റും വായിച്ച്, ഓരോ ബാക്കി ഓതേഴ്സ് നടത്തിയ ഇന്റർവ്യൂസും ഒക്കെ കണ്ട്
നമ്മളുടെ ഒബ്സർവേഷനിൽ എഴുതുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. വെറാസ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സോൺലി ലൈസ് വിത്ത് ക്വാണ്ടിറ്റി. നമ്മൾ നമ്പേഴ്സും ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സർവേസ് ഒക്കെ കണ്ടക്ട് ചെയ്തിട്ട് നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്ത് ചെയ്യുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുക. അതിന് another method is മിക്സ്ഡ് മെത്തേഡ്. ഇവിടെ മിക്സ്ഡ് മെത്തേഡിൽ ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫുള്ളർ അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് ടെക്സ്റ്റൽ അനാലിസിസും സബ്ജക്റ്റീവ് അനാലിസിസും ഇന്റർപ്രിട്ടേഷൻസും ഒബ്സർവേഷൻസും ഒക്കെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് നമ്പേഴ്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയും കൂടി ഒരുമിച്ച് വെച്ചിട്ട് നടത്തുന്നതിനെയാണ് മിക്സ്ഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഫോർമാറ്റ്, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് റിസർച്ച് എന്തൊക്കെയാന്ന് നോക്കാം. എക്സ്പ്ലോറേറ്ററി. എക്സ്പ്ലോറേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടെക്സ്റ്റിനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാണ്. ഇപ്പം ദർ ഇസ് ബ്ലൂ ഹ്യൂമാനിറ്റീസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ഒരു ഭാഗമാണ് ബ്ലൂ ഹ്യൂമാനിറ്റീസ്. അപ്പൊ അങ്ങനത്തെ കുറെ ടോപ്പിക്സ് നമുക്ക് അറിയാത്തതുണ്ട്. അപ്പൊ ആ അറിയാത്ത കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി, കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഡു കണ്ടക്ട് റിസർച്ച്. സച്ച് റിസർച്ച് ആർ കോൾഡ് എക്സ്പ്ലോറേറ്ററി റിസർച്ച്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫാക്ട്സിൽ കൂടുതൽ അതിനെ കൂടുതൽ ഒന്നും കൂടി ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക, അല്ലെങ്കിൽ കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത് ചെയ്യുന്നത്. മോർ സിമിലർ, ഇതൊക്കെ സിമിലർ ആണ്, പക്ഷെ കുഞ്ഞി കുഞ്ഞി ഡിഫറൻസസ് ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കിട്ടിയ ഒരു ടെക്സ്റ്റിനെ കൂടുതൽ എക്സ്പ്ലനേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. പിന്നെ അനലിറ്റിക്കൽ, നമ്മൾ ഭയങ്കര ക്രിട്ടിക്കലി ജഡ്ജ്മെന്റലി ഒരു കാര്യം ഒബ്സർവ് ചെയ്തിട്ട് ക്രിട്ടിക്കലി അനലൈസ് ചെയ്ത് അതിന്റെ തെറ്റുകളും ശരികളും ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് ക്രിട്ടിക്കൽ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ അനലിറ്റിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, then comes comparative research. Comparative research, from the word itself you can get രണ്ട് അല്ലെങ്കിൽ രണ്ട് ടെക്സ്റ്റ് ബുക്കിനെയോ അല്ലെങ്കിൽ രണ്ട് ഓതേഴ്സിനെയോ രണ്ട് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസിനോ കമ്പയർ ചെയ്തിട്ട് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആസ് കമ്പാരിറ്റീവ് റിസർച്ച്. ഓക്കെ, സോ കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് ഓതേഴ്സിനെയോ രണ്ട് ടെക്സ്റ്റ് ബുക്സിനെയോ രണ്ട് തിയറീസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾ സ്ട്രക്ചറലിസ്റ്റ് തിയറി ആൻഡ് പോസ്റ്റ് സ്ട്രക്ചറലിസ്റ്റ് തിയറി, ഈ രണ്ട് തിയറീസിൻ്റെയും ഡിഫറൻസ് മനസ്സിലാക്കി പഠിക്കുന്ന ഒരു കണ്ടക്ട് ചെയ്യുന്ന ഒരു റിസർച്ചിനെ നമ്മൾ കമ്പാരിറ്റീവ് റിസർച്ച് എന്ന് പറയും. ദെൻ കംസ് ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്താണെന്ന് വെച്ചാൽ സ്റ്റഡീസ് പാസ്റ്റ് ലിറ്റററി പീരിയഡ്സ് ഓർ ഇൻഫ്ലുവൻസസ്. ഹിസ്റ്റോറിക്കൽ റിസർച്ച് നമ്മൾ എങ്ങനെ കണ്ടക്ട് ചെയ്യുക? നമ്മളുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പണ്ടത്തെ ലിറ്റററി പീരിയഡ്സ്, ഫോർ എക്സാമ്പിൾ എലിസബത്തൻ ഏജ് ആയിക്കോട്ടെ, വിക്ടോറിയൻ ഏജ് ആയിക്കോട്ടെ, റൊമാൻറ്റിക് ഏജ് ആയിക്കോട്ടെ, ഈ ഏജസിനൊക്കെ നമ്മൾ ഡീപ്പറായിട്ട് പഠിക്കുന്നതിനാണ് ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ഫോർ യു. ഈ റിസർച്ച് ടൈപ്സ് ഓഫ് റിസർച്ച് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കൽ ആൻഡ് കമ്പാരിറ്റീവ് ആൻഡ് ഓൾസോ ഹിസ്റ്റോറിക്കൽ. ഓക്കെ, ഇനി what are the main characteristics of good research? ഒരു ഗുഡ് റിസർച്ചിന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാ? ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. ഞാൻ പറഞ്ഞു, ദർ ഷുഡ് ബി എ റിജിഡ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നമ്മൾ ഫോളോ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി സിസ്റ്റമാറ്റിക്. സിസ്റ്റമാറ്റിക്കലി ഒക്കെ കണ്ടക്ട് ചെയ്യേണ്ടതാണ് ഗുഡ് റിസർച്ച്. വി ഷുഡ് ബി വെരി മച്ച്, നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ ഓരോ കാര്യങ്ങളും ടിക്ക് ഓഫ് ചെയ്തിട്ട് ഓരോ റൂൾസ് ഈ റിസർച്ചിന് എന്തൊക്കെ ഉണ്ട്, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് വേണം, ഒരു തീസിസ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലനേഷൻ വേണം, ചാപ്റ്റേഴ്സ് വേണം, ഇൻഡെക്സ് വേണം, ഒരു റിസർച്ചിൽ യൂസ് ചെയ്യേണ്ട ഏതൊക്കെ സ്റ്റൈലാണ്, ഏത് ഫോർമാറ്റ് ആണ് ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ പഠിച്ച് കൃത്യമായിട്ട് വർക്ക് സൈറ്റഡ് ഉണ്ടാക്കണം, ബിബ്ലിയോഗ്രഫി ഉണ്ടാക്കണം, ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ റെഫർ ചെയ്യുന്നത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണം. സോ ഇതിനെയാണ് സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. നമുക്ക് ലൂസ്ലി ഫ്രീലി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഗുഡ് റിസർച്ച്. കൂടുതൽ തന്നെ ക്രിയേറ്റീവ് എക്സ്പ്രഷന് അത്ര സ്കോപ്പ് ഇല്ലാത്തൊരു കാര്യമാണ് റിസർച്ച്. റിസർച്ച് ഇസ് കംപ്ലീറ്റ്ലി നമ്മൾ വെരി സിസ്റ്റമാറ്റിക് ആയിട്ട് വെരി അനലിറ്റിക്കൽ ആയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ഡീപ്പർ സ്റ്റഡി വെച്ചിട്ട് പ്രസന്റ് ചെയ്യുന്നതാണ് റിസർച്ച്. സോ ഇറ്റ് ഈസ് സിസ്റ്റമാറ്റിക് വൺ. ദെൻ കംസ് ഒബ്ജക്റ്റീവ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ഒപ്പീനിയൻസ് ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. നമ്മൾ
ആ ഒരു സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ പാർഷ്യൽ അല്ലാതെ, നമ്മൾ ബയസ്ഡ് അല്ലാതെ, ഒരു ജനറൽ ഓവർവ്യൂ, ജനറലി നമ്മളൊരു തീസിസ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിച്ച് പ്രൂവ് ചെയ്യുന്ന കാര്യത്തിനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മളുടെ ഒപ്പീനിയൻസ് ഒരിക്കലും നമ്മൾ സ്റ്റേറ്റ് ചെയ്യാൻ പാടില്ല. ഓൾസോ നമ്മൾ ഒരിക്കലും ഐ ഗേവ് ദിസ്, ഐ എന്നുള്ളൊരു ഇത് അധികം യൂസ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഇറ്റ്സ് മോർ ലൈക്ക് എ ജനറൽ ആയിട്ടുള്ള ഒരു ജനറൽ ഓഡിയൻസിന് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഷുഡ് ബി വെരി മച്ച് ഒബ്ജക്റ്റീവ്. സബ്ജക്റ്റീവ് ആയിട്ട് എഴുതാൻ പറ്റില്ല, പേഴ്സണൽ ആയിട്ട് എഴുതാൻ പറ്റില്ല. ഒബ്ജക്റ്റീവ് ആയിട്ട് നമ്മളൊരു ഔട്ട്സൈഡർ ആയിട്ട് മാത്രമേ എഴുതാൻ പാടുള്ളൂ. then goes logical, ഒരു സെൻസ് വെച്ചിട്ട് വേണം എഴുതാൻ. ഇറ്റ് ഷുഡൻ ബി ഓഫ് നമ്മുടെ ഒരു ഫണ്ടിന് വേണ്ടി ചെയ്യുന്ന കണ്ടക്ട് ചെയ്യുന്ന കാര്യമല്ല റിസർച്ച്. ദെൻ ഇറ്റ് ഷുഡ് ബി ക്രിട്ടിക്കൽ. ക്രിട്ടിക്കലി നമ്മൾ വാലുവേറ്റ് ചെയ്യണം. ഹൗ, ഈ പോയിന്റ് എങ്ങനെയാ, ഈ പോയിന്റ് എങ്ങനെയായിരിക്കും, ഹൗ ദിസ് ഗോസ് ലൈക്ക്, ഇതൊക്കെ നമ്മൾ ക്രിട്ടിക്കലി വാലുവേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ. ഓക്കെ, then it should be ഒറിജിനൽ വർക്ക് ആയിരിക്കണം. വാട്ട് ഡു യു മീൻ ബൈ ഒറിജിനാലിറ്റി? അതായത് നമ്മളുടെ യുണീക്ക് പെർസ്പെക്റ്റീവിൽ എഴുതുന്നതായിരിക്കണം ഒരു റിസർച്ച്. ഒരിക്കലും നമ്മൾ കോപ്പീഡ് ആവാൻ പാടില്ല. നമ്മൾ കോപ്പി ചെയ്ത കോണ്ടന്റ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അതൊരിക്കലും റിസർച്ച് ആവില്ല. അതൊരു കോപ്പിയിങ് മാത്രമേ നിൽക്കുള്ളൂ. വെൻ ഇറ്റ് ഈസ് അബൌട്ട് ഗുഡ് റിസർച്ച്, ഇറ്റ് ഷുഡ് ബി ആൻ ഒറിജിനൽ വർക്ക്. നമ്മളുടെ ഒറിജിനൽ പ്രൊഡക്ഷൻ ആയിരിക്കണം ഒരു റിസർച്ച്. ഓക്കെ, വെരിഫയബിൾ ആയിരിക്കണം. ബാക്കിയുള്ളവർക്കും ആക്സസ് കിട്ടി, അത് ക്രെഡിബിൾ ആയിരിക്കണം, അത് ട്രൂ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കണം, എത്തിക്കൽ ആയിരിക്കണം. ഒരിക്കലും ബാക്കിയുള്ളവരുടെ വർക്ക് കോപ്പി ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല. റീപ്രൊഡ്യൂസിബിൾ ആയിരിക്കണം ഇൻ ഓർഡർ ബാക്കിയുള്ളവർക്ക് റെഫർ ചെയ്ത്, ബാക്കിയുള്ളവർ ഒരു റിസർച്ചോ സ്റ്റഡിയോ കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്കും കൂടി റെഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മളുടെ റിസർച്ച് വർക്ക് ട്രസ്റ്റ് വർത്തി ആണെന്നും അക്കാഡമിക്കലി ബെസ്റ്റ് ആൻഡ് ഗുഡ് ആണെന്നും ഇറ്റ് വിൽ പ്രൂവ്. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് റിസർച്ച്. ഇനി വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് റിസർച്ച്? റിസർച്ചിന്റെ എയിം ഓർ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ടു ഡിസ്കവർ ന്യൂ ഇന്റർപ്രിട്ടേഷൻസ്. പുതിയ കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു തിയറിയിൽ നിന്ന് പുതിയ ഇന്റർപ്രിട്ടേഷൻസ് വരുത്താണ്. അപ്പോൾ ഫെമിനിസ്റ്റ് തിയറിയിലുള്ള ബാക്കിയുള്ള സ്കോപ്പുകളൊക്കെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യാത്ത കുറച്ച് സ്കോപ്സ് നമ്മൾ റിസർച്ച് ചെയ്ത് ഹിസ്റ്റോറിക്കലി, എക്സ്പ്ലോറേറ്ററി, ഡിസ്ക്രിപ്റ്റീവ്, അനലിറ്റിക്കലി, ഈ ടൈപ്സ് ഓഫ് റിസർച്ച് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ന്യൂ ഇന്റർപ്രിട്ടേഷൻസ് നടത്തുന്നതിനാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. വേറൊരാൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വി ഷുഡൻറ്റ് യൂസ് മച്ച്. ഓക്കെ, ഇനി ക്ലാരിഫൈ ആംബിഗ്വസ് മീനിങ്സ്. ഓൾറെഡി ഒരു ഡൗട്ട്ഫുൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സിനൊക്കെ ക്ലാരിറ്റി കൊടുക്കാൻ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. പിന്നെ ടു റീ ഇന്റർപ്രറ്റ് ക്ലാസിക്സ് വിത്ത് ന്യൂ തിയറീസ്. ക്ലാസിക്കൽ ലിറ്ററേച്ചറിൽ എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ ടെക്സ്റ്റ് ബുക്സ് ഉണ്ടാവും. അതിനൊക്കെ നമ്മളുടെ മോഡേൺ കണ്ടംപററി വേൾഡിലത്തെ സിറ്റുവേഷൻസ് വെച്ചിട്ട് ഒരു മോഡേൺ ആയിട്ടുള്ള അപ്രോച്ചിൽ വി ആർ ഇന്റർപ്രറ്റിംഗ് ഇറ്റ്. എന്നിട്ട് പുതിയ തിയറീസ് ഒക്കെ ഡിസ്കവർ ചെയ്യുന്നത് ഒരു ഒബ്ജക്റ്റീവ് ഓഫ് റിസർച്ച് ആണ്. ആൻഡ് ഓൾസോ ടു ഫിൽ റിസർച്ച് ഗ്യാപ്സ്. വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് ഗ്യാപ്പ്? റിസർച്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ യുണീക്ക് ആയിരിക്കണം. അതായത് ഓൾറെഡി വേറൊരാൾ അതിൽ സ്റ്റഡി നടത്തിയത് പ്രസന്റ് ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള ഒറിജിനൽ വർക്കിൽ നമ്മളൊരു പ്രോബ്ലം കണ്ടെത്താണ്. ഓക്കെ, ദർ ഈസ് എ പ്രോബ്ലം എക്സിസ്റ്റിംഗ് ഇൻ ദിസ് തിയറി, ഐ എം ഗോയിങ് ടു സോൾവ് ഇറ്റ്. ഇങ്ങനെ ഒരു പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗ്യാപ്സ്, റിസർച്ച് ഗ്യാപ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു തിയറി ബേസിസിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം ബേസിൽ ഓൾറെഡി ആരും റിസർച്ച് ചെയ്തിട്ടില്ല. അപ്പൊ ആ അതൊരു ഗ്യാപ്പാണ്. അപ്പൊ ആ ഒരു റിസർച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വി ആർ ഡൂയിങ് റിസർച്ച് ആൻഡ് ഫില്ലിംഗ് ദാറ്റ് റിസർച്ച് ഗ്യാപ്പ്. സോ ദാറ്റ് ഈസ് വാട്ട് യു മീൻ ബൈ ഫില്ലിംഗ് എ റിസർച്ച് ഗ്യാപ്പ്. ദെൻ വെരിഫൈ ഏർലിയർ ക്രിറ്റിസിസം. ദാറ്റ് ഈസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള വർക്ക്സിനെ നമ്മൾ മുന്നത്തെ ക്രിട്ടിക്കൽ വർക്ക്സിനെ ഒക്കെ എടുത്ത് ഒന്നുകൂടി വെരിഫൈ ചെയ്യുന്നത്. Then connecting literature, already exist in the literary works in how it is going to impact a society and culture. Okay, these are the objectives. In research, approaches. We approach research through different methods. കുറച്ച് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റിസർച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്ലീസ് ഡു പേ അറ്റൻഷൻ ബിക്കോസ് ദീസ് ആർ ദി ഏരിയാസ് വേർ നെറ്റ് UGC NET has been asked. ഇത് ഏരിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്ലീസ് ഡു പേ അറ്റൻഷൻ ടു ദീസ്. സോ റിസർച്ച് അപ്രോച്ചസ്.
റിസർച്ച് അപ്രോച്ചസിൽ വരുന്ന ഫസ്റ്റ് പോയിന്റ് ഇറ്റ് ഇസ് ഇൻഡക്റ്റീവ്. ഇൻഡക്റ്റീവ് ആയിട്ട് നമുക്കൊരു റിസർച്ചിനെ അപ്രോച്ച് ചെയ്യാം. വാട്ട് ഡു യു മീൻ ബൈ ഇൻഡക്റ്റീവ് അപ്രോച്ച്? ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ബിഗിൻസ് വിത്ത് ഒബ്സർവേഷൻ, മൂവ്സ് ടു ജനറൽ കൺക്ലൂഷൻസ്. അതായത് നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കാര്യം എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ ഞാൻ ജെയിൻ അയർ എന്ന് പറഞ്ഞൊരു വർക്ക് എടുക്കുകയാണ്, ജെയിൻ അയർ എന്ന് പറഞ്ഞൊരു വർക്ക് എടുക്കുകയാണ്. ഷാർലോട്ട് ബ്രോണ്ടേന്റെ ജെയിൻ അയർ വർക്ക് എടുത്തു. എന്നിട്ട് ആ വർക്കിലൂടെ ഞാൻ ഫെമിനിസ്റ്റ് തിയറീനെ പറ്റിയിട്ട് പഠിക്കുകയാണ്. അപ്പൊ ആ ഒരു വർക്കിലൂടെയാണ് ഞാൻ ആ തിയറി, ആ കുറച്ചുകൂടി വൈഡർ കോൺസെപ്റ്റ് ആയിട്ടുള്ള തിയറിയിലോട്ട് എത്തുന്നത്. അതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുന്നത്. നമ്മളൊരു ചെറിയൊരു കോൺസെപ്റ്റിൽ നിന്ന് ജനറൽ ഐഡിയയിലേക്ക് എത്തുന്നതിനാണ് ഇൻഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഡിഡക്റ്റീവ് അപ്രോച്ച്. നമ്മളൊരു ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്ന് സ്പെസിഫിസിറ്റിയിലേക്ക് പോകുന്നതിനാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയാം. അപ്പൊ ഇൻഡക്റ്റീവ് അപ്രോച്ച് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. ഇപ്പൊ ജെയിൻ നായർ എന്ന് പറഞ്ഞ ഷാർലോട്ട് ബ്രോണ്ടിന്റെ ഒരു വർക്ക് ഉണ്ട്. ആ വർക്ക് ഇപ്പൊ ഞാൻ ആ വർക്കിലൂടെ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ എനിക്ക് കുറച്ച് ഫെമിനിസ്റ്റ് ഐഡിയാസ് വരാണ്. അപ്പൊ ഞാൻ ഫെമിനിസ്റ്റ് തിയറി, ഇതിലൂടെ ഫെമിനിസ്റ്റ് തിയറിനെ പഠിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു ചെറുതിന്ന് നമ്മൾ വലുതിലോട്ട് പോവാണ്. സോ ദാറ്റ് ഇസ് വാട്ട് ഇൻഡക്റ്റീവ് ഇസ്. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എങ്ങനെയായിരിക്കും? ഞാൻ ഫെമിനിസ്റ്റ് തിയറി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ഒരു ടെക്സ്റ്റിനെ മനസ്സിലാക്കി, ആൻഡ് ആ ടെക്സ്റ്റിനെ ഞാൻ വീണ്ടും പഠിക്കുന്നതിനെയാണ് ഡിഡക്റ്റീവ് എന്ന് പറയാം. അപ്പൊ ഫെമിനിസ്റ്റ് തിയറി വഴി ജെയിൻ നായർ എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റിനെ പഠിക്കുന്നത് അത് ഡിഡക്റ്റീവ് മെത്തേഡാണ്. ജെയിൻ നായർ എന്ന് പറഞ്ഞൊരു വർക്ക് വഴി ഞാൻ ഫെമിനിസ്റ്റ് തിയറി, അതായത് ജനറൽ ആയിട്ടുള്ള ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു വൈഡ് തിയറിനെ പഠിക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയാം. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ഫോർ യു. ഇൻഡക്റ്റീവ് അപ്രോച്ചസ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ചെറിയൊരു കാര്യത്തിൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന വൈഡർ ആയിട്ടുള്ള കാര്യത്തിനെ പഠിക്കുന്നതിനെയാണ് ഇൻഡക്റ്റീവ് എന്ന് പറയുക. ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയുന്ന ഒരു വൈഡർ ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ചെറിയ കാര്യത്തിലേക്ക് എത്തുന്നു. ഡിഡക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ മാത്സ് പ്രോബ്ലം ഒക്കെ വലിയൊരു ഇക്വേഷനിൽ നിന്ന് ചെറുതാക്കി ഒരു സൊല്യൂഷൻ കണ്ടെത്തും. അതിനൊക്കെ ഡിഡക്റ്റീവ് ഡെഡ്യൂസ് ചെയ്തിട്ട് എടുത്തുന്നതിനാണ് ഡിഡക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. Then comes interdisciplinary. Interdisciplinary approach എന്താ? ഇന്റർഡിസിപ്ലിനറി. ഡിസിപ്ലിനറി പറഞ്ഞാൽ പല ഡിസിപ്ലിൻസ്, പല സബ്ജക്ട്സ്, പല ടോപ്പിക്സ്. അപ്പൊ ഇന്റർഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറിൽ നമ്മളൊരു റിസർച്ച് നടത്തുമ്പോൾ ബാക്കിയുള്ള ഡിസിപ്ലിൻസ്, ബാക്കിയുള്ള സോഷ്യോളജി ആയിക്കോട്ടെ, സൈക്കോളജി ആയിക്കോട്ടെ, ഹിസ്റ്ററി, പൊളിറ്റിക്സ്, ഈവൻ സയൻസ് ഓൾസോ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട്, ലിറ്ററേച്ചറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നമ്മളൊരു റിസർച്ച് നടത്തുന്നതിനാണ് ഇന്റർഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ഗോസ് തിയററ്റിക്കൽ. തിയററ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന തിയറീസിലെ സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ഫെമിനിസം, കൾച്ചറൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിസിസം, ന്യൂ ഹിസ്റ്റോറിസിസം, ഓൾറെഡി തിയറീസ് പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, സൈക്കോ അനാലിസിസ്, ഫെമിനിസം, എക്കോളജി, പോസ്റ്റ് കൊളോണിയലിസം, ഇങ്ങനത്തെ കുറച്ച് തിയറീസ് ഉണ്ട്. ഈ തിയറീസിനൊക്കെ അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു വർക്കിനെ പഠിക്കുകയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പഠിക്കുകയാണ്. ദാറ്റ് ഈസ് തിയറിറ്റിക്കൽ അപ്രോച്ച്. ദെൻ ഗോസ് എംപിരിക്കൽ അപ്രോച്ച്. എംപിരിക്കൽ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായിട്ട് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചുകൂടി സർവേസ് ഒക്കെ നടത്തി, ഇന്റർവ്യൂസ് ഒക്കെ നടത്തി, ഫീൽഡ് വർക്കിനൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ച് പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനാണ് എംപിരിക്കൽ വേ ഓഫ് അപ്രോച്ചിങ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച്? റിസർച്ചിങ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? ടു എക്സ്പാൻഡ് ലിറ്റററി നോളജ്. നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ, കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യാനൊക്കെയാണ് നമ്മൾ റിസർച്ചിനെ യൂസ് ചെയ്യാം. ദെൻ ടു റീഇന്റർപ്രറ്റ്. ഞാൻ പറഞ്ഞു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന, ഓൾറെഡി എഴുതിയിട്ടുള്ള വർക്ക്സിനെ പുതിയ കോണ്ടെക്സ്റ്റിൽ, പുതിയ കണ്ടംപററി വേൾഡിൽ നമ്മൾ റീഇന്റർപ്രറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു വർക്ക് പണ്ട് എഴുതിയതാണ്. 17th to 16th സെഞ്ചുറിയിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത കുറെ പ്ലേസ് ഉണ്ട്. ബെർണാഡ് ഷോൻ്റെതായിക്കോട്ടെ, ക്രിസ്റ്റഫർ മാർലോൻ്റെതായിക്കോട്ടെ, ഷേക്സ്പിയറിൻ്റെ ആയിക്കോട്ടെ, ആ ടൈമിലൊക്കെ എഴുതിയ വർക്ക്സിനെ നമ്മളെടുത്ത്, ഫോർ എക്സാമ്പിൾ ഹാംലെറ്റ് ഓഫ് ഷേക്സ്പിയർ, അന്നത്തെ ആ സെഞ്ചുറിയിൽ എഴുതിയിട്ടുള്ള ഒരു വർക്ക് നമ്മുടെ ഇന്നത്തെ കോണ്ടെക്സ്റ്റിലോട്ട് കൊണ്ടുവരാണ്. എത്രത്തോളം ഹാംലെറ്റ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ട്രോമ
ഉണ്ട്. അത് എത്രത്തോളം സൈക്കോളജി നമ്മൾ പഠിച്ചിട്ട് സൈക്കോളജിക്കൽ ഡിഫറൻസസ് വരുന്നുണ്ട് ആ ഒരു ക്യാരക്ടർ എന്നൊക്കെ പഠിക്കുമ്പോൾ നമ്മളുടെ കണ്ടംപററി കോണ്ടെക്സ്റ്റിൽ പുതിയൊരു മോഡേൺ ഏജിലുള്ള ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ പണ്ടത്തെ ഓൾഡ് ടെക്സ്റ്റ് ബുക്സിനെ ഇവാലുവേറ്റ് ചെയ്യാൻ സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ആയിട്ട് നമുക്ക് കാണാം. Then comes improved teaching methods. നമ്മൾ ELT വെച്ചിട്ട് റിസർച്ച് ഒക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇംപ്രൂവ് our ടീച്ചിങ് മെത്തേഡ്സ്. Then to preserve cultural memory. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന പണ്ടത്തെ ഹിസ്റ്റോറിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്രിസർവ് ചെയ്യാനൊക്കെ റിസർച്ച് ഹെൽപ്പ് ചെയ്യും. ഓൾസോ ടു ഡെവലപ്പ് ന്യൂ തിയറീസ്. ഇനി റിസർച്ച് പ്രോസസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വേറെ ഒന്നും ഈ കാര്യത്തിൽ നോക്കിയിട്ടില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോളോ ദീസ് സ്റ്റെപ്സ് ദാറ്റ് ഇസ് കണ്ടക്റ്റഡ് ഡ്യൂറിങ് എ റിസർച്ച് പ്രോസസ്. ഒരു പ്രോപ്പർ റിസർച്ച് പ്രോസസ്സിൽ എത്രത്തോളം സ്റ്റെപ്സ് ഉണ്ട്, ഏതൊക്കെ സ്റ്റെപ്സ് ആണ് റിസർച്ച് പ്രോസസ്സിൽ ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ബിക്കോസ് ഇത് ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് റിപ്പീറ്റഡ്ലി നെറ്റ് എക്സാമിൽ കണ്ടിട്ടുള്ളത് ഫ്രം ദി ഏരിയ ഓഫ് റിസർച്ച് മെത്തഡോളജി. അപ്പം നമുക്ക് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് ഉള്ളത് എന്നാണ് മെയിൻ ആയിട്ട് നെറ്റിൽ അധികവും ചോദിക്കാറ്. സോ ബെറ്റർ യു ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദീസ് സ്റ്റെപ്സ്. നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യുക, ലാസ്റ്റ് എന്താ ചെയ്യുക, ഇൻ ബിറ്റ്വീൻ എന്താ ചെയ്യുക. മെജോറിറ്റി ഓഫ് ദ ടൈംസ് നെറ്റ് ഡു ആസ്ക് ദീസ് ക്വസ്റ്റ്യൻസ് ടു അറേഞ്ച്. നമുക്ക് ഡിസോർഡർ ആക്കിയിട്ട് തരും, ജംബിൾഡ് ആക്കിയിട്ട് തരും, എന്നിട്ട് നമ്മളോട് ഓർഡർ ചെയ്യാൻ പറയും, കറക്റ്റ് ഓർഡറിൽ ഇതിനെ എഴുതാൻ പറയും. സോ ബെറ്റർ ഹാവ് എൻ ഐഡിയ റിഗാർഡിങ് ദിസ്. ആൻഡ് okay, so the first step of research process, ഒരു റിസർച്ച് പ്രോസസ്സിൻ്റെ നമ്മൾ ടിപ്പിക്കലി ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ സ്റ്റെപ്സ് ആണ് യൂസ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാലും നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു തീസിസ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ആ തീസിസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടക്ട് ചെയ്യുന്ന റിസർച്ചിലുള്ള പ്രോബ്ലമാണ്. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ റിസർച്ച് നടത്തുന്നത് തന്നെ. അപ്പം റിസർച്ച് പ്രോബ്ലം കണ്ടുപിടിക്കുക. പ്രോബ്ലം മീൻസ് ഇപ്പം ഞാൻ ഏത് കാര്യത്തിലാണ് റിസർച്ച് നടത്തേണ്ടതെന്ന് ഞാനൊരു തീരുമാനത്തിൽ എത്തുന്നതിനാണ് ചൂസിങ് എ റിസർച്ച് പ്രോബ്ലം എന്ന് പറയുക. സെലക്ടിങ് എ ടോപ്പിക് ദാറ്റ് ഇസ് റിസർച്ചബിൾ. അധികാരം ചെയ്തിട്ടില്ലാതെ അധികാരം ഡിസ്കവർ ചെയ്യാത്ത ഒരു ടോപ്പിക് എടുത്തിട്ട് ഞാൻ ചെയ്യാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എൻവയോൺമെന്റ് സ്റ്റഡീസിൽ ബ്ലൂ ഹ്യൂമാനിറ്റീസിൽ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വർക്കും എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ അമിതാവ് ഘോഷിന്റെ ദ ഗ്രേറ്റ് ഡിറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞൊരു വർക്ക് ഉണ്ട്. അപ്പൊ അതിലുള്ള എക്കോളജി, എൻവയോൺമെന്റൽ ഇഷ്യൂസ് എങ്ങനെയാണ് ആ ടെക്സ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, സോ അത് എത്രത്തോളം എക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈ റിസർച്ച് പ്രോബ്ലം ഓർ റിസർച്ച് ടോപ്പിക്. ആൻഡ് അത് വെച്ചിട്ട് ഞാനൊരു തീസിസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് റിസർച്ച് പ്രോബ്ലം. ഫസ്റ്റ് നമ്മൾ ഏതൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോഴും ഏതൊരു റിസർച്ച് പ്രോസസ്സിന്റെയും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് ഉണ്ടാവുക ഏതാണ്? ചൂസിങ് ആ റിസർച്ച് പ്രോബ്ലം. ഫസ്റ്റ് നമ്മളൊരു റിസർച്ച് പ്രോബ്ലം കണ്ടെത്തണം, ഒരു ടോപ്പിക് കണ്ടെത്താം. ദെൻ കംസ് ദി സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്? റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു ടോപ്പിക് ഉണ്ടാവും, നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ടാവും. ആ റിസർച്ച് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ട് ആരൊക്കെ വർക്ക്സ് എഴുതിയിട്ടുണ്ടോ ആ വർക്ക്സ് ഒക്കെ നമ്മൾ കമ്പൈൽ ചെയ്ത് നമ്മൾ എടുത്തു വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെക്കുക. സോ ദാറ്റ് ഈസ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. ദാറ്റ് മീൻസ് വി ആർ സ്റ്റഡിങ് അതേഴ്സ് ഹു ഹാവ് റിട്ടൺ ഓൺ ദീസ് ടോപ്പിക്സ്. നമ്മൾ എടുത്ത റിസർച്ച് പ്രോബ്ലം എടുത്ത ഒരു ടോപ്പിക് വേറെ ആരൊക്കെ ഇതിലൊക്കെ എഴുതിയിട്ടുണ്ടോ അതിനൊക്കെ എടുത്തു വെച്ച് പഠിക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഏതൊരു കാര്യം റിസർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതല്ലേ ചെയ്യാം, അതായത് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക്കിൽ ആരെങ്കിലും വർക്ക്സ് എഴുതിയിട്ടുണ്ടോ അതിനൊക്കെ കമ്പൈൽ ചെയ്ത് വെക്കും. ഇപ്പം എക്കോളജി, എൻവയോൺമെന്റ് റിലേറ്റഡ്, ഇപ്പം ഞാൻ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണെങ്കിൽ ഫെമിനിസ്റ്റ് സ്റ്റഡീസ് ആണ്, ജെൻഡർ സ്റ്റഡീസ് ആണ്, ഏത് ടോപ്പിക് ആയിക്കോട്ടെ അതിനെ റിലേറ്റഡ് ആയിട്ട് ബാക്കി ക്രിട്ടിക്സ് എഴുതിയിട്ടുള്ള വർക്ക്സും അവർ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂസ് ആയിക്കോട്ടെ, വാട്ട് എവർ, ഇതിനെയൊക്കെ നമ്മൾ എടുത്തു വെക്കുന്ന ലിറ്ററേച്ചർ സ്റ്റഡി വാട്ട് അതേഴ്സ് ഹാവ് റിട്ടൺ. ബാക്കിയുള്ളവർ എഴുതി വെച്ചിട്ടുള്ള വർക്ക്സിനൊക്കെ നമ്മൾ കമ്പൈൽ ചെയ്ത് എടുത്തു വെക്കാണ് ടു റെഫർ. നമ്മളുടെ റെഫറൻസിന് വേണ്ടി എടുത്തു വെക്കുന്നതിനാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ,
So the third step is formulating hypothesis. Formulating hypothesis of questions what you want to find out. അപ്പോൾ നമ്മൾ ടോപ്പിക് എടുത്തു, നമ്മൾ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ബാക്കിയുള്ളവർ എഴുതിയിട്ടുള്ള വർക്ക്സോ ടെക്സ്റ്റ് ബുക്സോ ഒക്കെ നമ്മൾ കളക്ട് ചെയ്തെടുത്തു, നമ്മൾ അതിനൊക്കെ പഠിച്ചു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് പഠിച്ചതിൽ നിന്നും ഈ ടോപ്പിക്കിൽ നിന്നും റിലേറ്റ് ആയിട്ട് നമ്മളൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം, ഒരു ഹൈപ്പോത്തസിസ്, നമ്മളൊരു അസംഷൻ ആയിട്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക. എന്നിട്ട് ഏതാണോ നമ്മൾ ആ ഒരു ടോപ്പിക് എടുത്തത് അതിലത്തെ ഏത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്, ഏത് ഒരു ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്, അതിനാണ് ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തസിസ് എന്ന് പറയാം. ദെൻ സെലക്ടിങ് ആ മെത്തഡോളജി. സോ ദ ഫോർത്ത് സ്റ്റെപ്പ് ഇസ് സെലക്ടിങ് മെത്തഡോളജി. ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ ഈ റിസർച്ചിനെ അപ്രോച്ച് ചെയ്യുന്നത്? ക്വാളിറ്റേറ്റീവ് മെത്തേഡാണോ, ക്വാണ്ടിറ്റേറ്റീവ്, അതായത് ഓരോ ടെക്സ്റ്റ് ബുക്കും വായിച്ച് അതിലത്തെ കോണ്ടന്റ്സ് ഒബ്സർവ് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ സർവേസ് ഒക്കെ നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ രണ്ടും കമ്പൈൻ ചെയ്തിട്ടാണോ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ തീരുമാനിക്കുക. ദാറ്റ് ഈസ് സെലക്ടിങ് ആ മെത്തഡോളജി. സോ പ്ലീസ് ഡു ചെക്ക് ദീസ് ഫസ്റ്റ് ഫോർ സ്റ്റെപ്സ് ആണ് നമ്മളുടെ റിസർച്ച് പ്രോസസ്സിൽ. നിങ്ങൾക്ക് മിക്കവാറും അറേഞ്ച് ഇറ്റ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ യു ക്യാൻ എക്സ്പെക്ട്. ബിക്കോസ് റിസർച്ച് മെത്തഡോളജിന്ന് ജനറലി ഇങ്ങനത്തെ ടോപ്പിക്സ് ആണ് കൂടുതൽ ചോദിക്കുക. പിന്നെ MLA സ്റ്റൈൽ ഫോർമാറ്റിനെ പറ്റിയിട്ടൊക്കെയാണ് ചോദിക്കാറ്. സോ ബെറ്റർ ഹാവ് എൻ ഐഡിയ റിഗാർഡിംഗ് ദീസ് 4 സ്റ്റെപ്സ്. ഇനി നെക്സ്റ്റ് കുറച്ചും കൂടി സ്റ്റെപ്സ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ദാറ്റ്. അപ്പം ഈ ഫസ്റ്റ് 4 സ്റ്റെപ്സ് ക്ലിയർ ആക്കി വെക്കുക. ഓക്കെ, സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ലിറ്ററേച്ചർ റിവ്യൂല് നമ്മൾ ഓൾറെഡി ബാക്കിയുള്ളവർ ചെയ്ത വർക്ക്സും എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. നമ്മൾ പഠിച്ചു. ഇനി ആ പഠിച്ചത് വെച്ചിട്ട് ഇനിയും ഏതൊക്കെ ടെക്സ്റ്റ് ബുക്സ് നമുക്ക് അവൈലബിൾ ആണ്, ഏതൊക്കെ ഇന്റർവ്യൂസ് നമുക്ക് അവൈലബിൾ ആണ്, ഏതൊക്കെ സർവേസ് നമ്മുടെ കയ്യിൽ എടുത്തു വെക്കണം ഇതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു പ്രോബ്ലം നമ്മൾ ഹൈപ്പോത്തസിസ് ഉണ്ടാക്കിയല്ലോ, നമ്മൾ ആ എടുത്ത ടോപ്പിക്കിനെ പറ്റി വായിച്ച് ലിറ്ററേച്ചർ റിവ്യൂ വഴി വായിച്ച് പഠിച്ചിട്ട് നമുക്ക് മനസ്സിലായി ഇന്ന ഏരിയാസിൽ കൂടി നമ്മളൊരു ഹൈപ്പോത്തസിസ് ഉണ്ടാക്കി. എന്നിട്ട് ആ ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം. ഇത് കേസ് സോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് കേസ് സോൾവ് ചെയ്യുന്ന പോലെ തന്നെ അതിന് നമുക്ക് കുറച്ച് പ്രൂഫ്സ് വേണം. അപ്പൊ പ്രൂഫ്സിന് വേണ്ടിയിട്ട് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, ബാക്കിയുള്ളവരുടെ ടെക്സ്റ്റ് ബുക്സ്, ഇന്റർവ്യൂസ്, ആർക്കൈവ്സ്, സർവേസ് ഒക്കെ കളക്ട് ചെയ്യുന്നതിനാണ് ഡാറ്റ കളക്ഷൻ എന്ന് പറയാം. ദെൻ ഗോസ് ഡാറ്റ അനാലിസിസ്. നമ്മൾ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യുക. നമ്മൾ എത്രത്തോളം നമ്മളുടെ ടോപ്പിക്കിന് അത് യൂസ്ഫുൾ ആണ്. നമ്മളുടെ ടോപ്പിക് ഇല്ലാത്ത ടെക്സ്റ്റ് ബുക്ക് പോലും ഉണ്ടാവും, പക്ഷെ അതിലെങ്ങനെ ചെറിയ രീതിയിലെങ്കിലും മെൻഷൻ ആയിട്ടുണ്ട് നമ്മുടെ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ അതിനെ പ്രസന്റ് ചെയ്യും. സോ ദാറ്റ് ഗോസ് ഫോർ ഡാറ്റ അനാലിസിസ്. നമ്മൾ ഈ കളക്ട് ചെയ്ത ഡാറ്റനൊക്കെ നമ്മൾ പഠിക്കും. ദെൻ ഗോസ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ 7th സ്റ്റെപ്പ് എന്താ? ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ മീൻ എക്സ്പ്ലെയിനിങ് വാട്ട് ദ ഫൈൻഡ്സ് മീൻ. നമ്മൾ ഓൾറെഡി ഫൈൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്, പ്രൂഫ് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയാം. ദെൻ ഗോസ് കൺക്ലൂഷൻ. നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സമ്മറൈസ് ചെയ്ത് ഫൈനൽ എന്തൊക്കെയാ കിട്ടിയത് എന്ന് ഒരുമിച്ച് കൺക്ലൂഡ് ചെയ്ത് സമ്മിങ് അപ്പ് ആണ് കൺക്ലൂഷൻ. ദെൻ ഗോസ് ഡോക്യുമെന്റേഷൻ. നമ്മൾ ഓൾറെഡി റിസർച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന് ഒരു പ്രോപ്പർ സൈറ്റേഷൻ, ഏതൊക്കെ ബുക്സ് ആണ് നമ്മൾ റെഫർ ചെയ്തിട്ടുള്ളത് അവരൊക്കെ എക്നോളജ് ചെയ്യണം, അല്ലെങ്കിൽ പ്ലേജറിസം വർക്ക് ആയി പോകും. പ്ലേജറിസം മീൻസ് ബാക്കിയുള്ളവരുടെ കോപ്പി ചെയ്ത പോലെയാവും. സോ പ്രോപ്പർ സൈറ്റേഷൻ. നമ്മൾ എൻഡിൽ ഒരു റിസർച്ച് ചെയ്യുമ്പോൾ വർക്ക് സൈറ്റഡ് അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫി എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറില്ലേ? അപ്പൊ വർക്ക് സൈറ്റേഷനും റെഫറൻസിങ്ങും ഒക്കെ ചെയ്യാം. സോ ദാറ്റ് ഈസ് വാട്ട് ഡോക്യുമെന്റേഷൻ ഇസ്. പിന്നെ ഉള്ളത് ഫൈനൽ സബ്മിഷൻ. അപ്പൊ എന്തൊക്കെയാ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ്? റിസർച്ച് പ്രോബ്ലം, പിന്നെ then formulating hypothesis, then selecting a methodology to conduct a research, then goes collecting every data that is available for you, and already collected data നമ്മൾ proper analyze ചെയ്തിട്ട് ആ ഡാറ്റനെ ഇന്റർപ്രറ്റ് ചെയ്യുക. then goes conclusion. ഈ ഇന്റർപ്രറ്റ് ചെയ്ത ഡാറ്റാസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്ത് സമ്മറൈസ് ചെയ്ത് പ്രസന്റ് ചെയ്യുക. then documenting all that we have. നമ്മൾ ഫൈൻഡിങ്സ് ഒക്കെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഫൈനൽ സബ്മിഷൻ ആസ് തീസിസ് ഓർ ഡിസർട്ടേഷൻ. നമ്മളൊരു റിസർച്ച് വർക്കിനെ സബ്മിറ്റ് ചെയ്യുക. Okay, so these are the steps. Please do make sure that you at least take these into your minds, because ഇതാണ് ജനറലി ചോദിക്കാറ്. ഓക്കെ, PYQs ആയിട്ടും നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഒബ്ജക്റ്റീവ്. ഒരു ലിറ്റററി റിസർച്ചിൽ എന്തൊക്കെയായിരിക്കണം ആ ലിറ്റററി റിസർച്ചിന്റെ എയിമും
ഒബ്ജക്റ്റീവും ഒരു ലിറ്റററി റിസർച്ചിൽ നമ്മൾ കൊടുക്കും, ദിസ് ഇസ് മൈ എയിം. ആ എയിം എന്തായിരിക്കണം? നമ്മളുടെ ബ്രോഡ് പേർപ്പസ്, നമ്മൾ ആ റിസർച്ച് കൊണ്ട് എന്താണോ ഉദ്ദേശിക്കുന്നത്, ഒരു ബ്രോഡർ ലെവലിൽ നമ്മൾ എന്ത് പേർപ്പസ് ആണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ദാറ്റ് ഇസ് എയിം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാനൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യാണ്, ആ റിസർച്ചിൽ എനിക്ക് വെർജീനിയ വൂൾഫിന്റെ റൈറ്റിംഗ്സിൽ ഫെമിനിസം വിസിബിൾ ആണോ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ദാറ്റ് ഇസ് മൈ എയിം, ടു സ്റ്റഡി ഫെമിനിസം. അതൊരു അത്ര ബ്രോഡർ ആയിട്ടുള്ള ഒരു തിയറീനെ നമ്മൾ വെർജീനിയ വുൾഫിനെ കൂടി പഠിക്കുന്നതാണ്. സോ ദാറ്റ് ഇസ് മൈ എയിം വിത്ത് ദാറ്റ് റിസർച്ച്. ദെൻ ഗോസ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാ? നമ്മൾ സ്പെസിഫിക് ടാസ്ക്, അതായത് നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഈ വെർജീനിയ വുൾഫിന്റെ ഫെമിനിസം പഠിക്കുന്നതാണ് എൻ്റെ എയിം. അപ്പൊ അത് ഏതൊക്കെ രീതിയിലാണ് ഞാൻ പഠിക്കുന്നത്? അതായത് വുൾഫിന്റെ ജെൻഡർ ഹൈറാർക്കി വെച്ചിട്ട് നമ്മൾ പഠിക്കും. ഫെമിനിസത്തിൽ ജെൻഡർ ഹൈറാർക്കി, പവർ റിലേഷൻസ്, മെൻ വിമൻ സുപ്പീരിയോറിറ്റി ആർക്കാന്നൊക്കെ പഠിക്കും. എന്നിട്ട് വുൾഫിന്റെ ഓരോ റൈറ്റിംഗ്സിലുള്ള നെറേറ്റീവ് വോയിസ്, വുൾഫിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെ അതിൽ കൂടിയൊക്കെ എങ്ങനെ ഫെമിനിസം വരും. ദെൻ അണ്ടർസ്റ്റാൻഡ് ഹെർ സ്റ്റൈലിസ്റ്റിക് ചോയ്സസ്, വെർജീനിയ വുൾഫിന്റെ ചോയ്സസ്, വർക്ക്സ് എങ്ങനെ റിസർച്ച്. അപ്പൊ എയിം എന്ന് പറഞ്ഞാൽ ബ്രോഡർ പേർപ്പസ് ആണ്, ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആ ബ്രോഡർ ആയിട്ടുള്ള പേർപ്പസിനെ ഡിവൈഡ് ചെയ്ത് അതിനെ കുറച്ചും കൂടി ഏതൊക്കെ സെക്ഷൻസ് ആണ് നമ്മൾ പഠിക്കുന്നത് എന്നാണ് ഒബ്ജക്റ്റീവ് വരിക. ഓക്കെ, ഇനി ലെറ്റ്സ് ഹാവ് എ ചെക്ക് ഓൺ ഇമ്പോർട്ടൻറ്റ് ടേംസ് റിഗാർഡിങ് റിസർച്ച്. ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിൽ എന്തായാലും വേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഞാനിവിടെ കമ്പൈൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ പ്ലീസ് ഡു ഗോ ത്രൂ ദീസ്. First one is hypothesis. Hypothesis is a tentative guess or assumption of your test. നമുക്കിപ്പോൾ റിസർച്ച് നടത്തുന്നതിന്റെ മുന്നേ നമുക്ക് അറിയില്ല നമ്മളിത് പ്രൂവ് ചെയ്യോ ഇല്ല എന്ന്. നമ്മളുടെ ഒരു അസംഷൻ ആണ്. അതായത് ഈ ഒരു വർക്കിൽ ഫെമിനിസത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നുണ്ട്. സോ ഐ എം ഗോയിങ് ടു അറ്റംപ്റ്റ് ദിസ്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഹൈപ്പോതെസിസ്. വുൾഫിന്റെ റൈറ്റിംഗ്സിൽ, വെർജീനിയ വുൾഫിന്റെ റൈറ്റിംഗ്സിൽ ഫെമിനിസം എത്രത്തോളം പ്ലോസിബിളി ആർ പ്രസന്റഡ്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ അനദർ വൺ, ഇപ്പൊ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ സൈക്കോ അനാലിസിസ് എങ്ങനെയായിരിക്കും? ഫ്രോയിഡിന്റെ, സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഒരു വർക്ക് എടുത്തിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് എത്രത്തോളം സൈക്കോളജി ക്ലോസ് കണക്റ്റഡ് ആണ് നമ്മളുടെ ഓരോ ഇന്റർപ്രിട്ടേഷൻസിലും എന്നൊക്കെ പറയുന്നതൊക്കെ ഞാൻ റിസർച്ച് ചെയ്യാൻ പോവാണ്. അപ്പൊ അവിടെ ഞാൻ കൊണ്ടുവരുന്ന ഒരു ഹൈപ്പോത്തസിസ് ഉണ്ടാവും, അതായത് എൻ്റെ റിസർച്ചിന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. അതായിരിക്കും ഹൈപ്പോത്തസിസ്. അത് നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വരുന്ന ഒരു കാര്യമല്ലേ, നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇന്നൊരു ഏരിയയിലായിരിക്കും ഞാൻ റിസർച്ച് ചെയ്യുക. ആ ഒരു റിസർച്ചിന്റെ മേജർ എയിം എന്തായിരിക്കും, മേജർ ഹൈപ്പോത്തസിസ് അസംഷൻ എന്തായിരിക്കും? ഐ എം അസ്യൂമിങ് ദാറ്റ് ദിസ് ഇസ് ഹൗ ദിസ് ഇസ് ഗോയിങ് ടു വർക്ക്. അപ്പൊ ഈ റിസർച്ച് ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്ത് എഴുതാണ്, പിന്നെ ലാസ്റ്റിലാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ ഏതൊരു കാര്യം നമ്മൾ അസ്യൂം ചെയ്യും, പിന്നെയാണ് പ്രൂവ് ചെയ്യുക. ഇപ്പൊ നമ്മൾ സയന്റിഫിക്കലി ഓരോ തിയറി ഓരോ സയന്റിസ്റ്റ് അസ്യൂം ചെയ്യുന്ന പോലെ അവർ അസ്യൂം ചെയ്ത് ഇങ്ങനെ ആയിരിക്കും, പക്ഷെ എന്നിട്ട് ലാസ്റ്റ് അവർ ഓരോ പ്രൂഫ് ഒക്കെ ചെയ്തിട്ടാണ് അവർ അതിനെ സോൾവ് ചെയ്യുക. സിമിലർ ഗോസ് വിത്ത് ലിറ്ററേച്ചർ റിസർച്ച് ഓൾസോ. ദെൻ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എലമെന്റ്സ് വെച്ചിട്ടാണ് പഠിക്കുക. ഇപ്പം ഫെമിനിസം നമ്മൾ പഠിക്കുമ്പോൾ ജെൻഡർ, അതിലുള്ള മെയിൽ ഫീമെയിൽ കാറ്റഗറീസ് അതൊക്കെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതൊരിക്കലും ഫിക്സ്ഡ് അല്ല. ഇപ്പം നെക്സ്റ്റ് ഒരു ജനറേഷനിൽ ഞാനത് സെയിം ആയിട്ടുള്ള ജെൻഡർ സ്റ്റഡീസ് പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഞാൻ ഇപ്പം ജെൻഡർ പഠിക്കുമ്പോൾ ജെൻഡറിൽ ഇപ്പം കുറേ കൊണോട്ടേഷൻസ് ഉണ്ട്, LGBTQIA++, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് കുറേ മുന്നേ പഠിക്കുന്ന ഒരാൾക്ക് മെയിൽ ഓർ ഫീമെയിൽ ഈ ബൈനറിനെ മാത്രം നോക്കിയാൽ മതി. ഇപ്പം പഠിക്കുന്ന ആൾക്ക് കുറേ ഏരിയാസ് നോക്കണം, ട്രാൻസ്ജെൻഡർ, ഇങ്ങനത്തെ കുറേ ക്യൂർ തിയറി ഗ്രൂപ്പ്സ് ഒക്കെ നോക്കണം. അപ്പൊ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ട്. സോ ഏജ്, ജെൻഡർ, കോണ്ടെക്സ്റ്റ് ബേസിസിലൊക്കെ നമ്മൾ റിസർച്ച് നടത്തും. അപ്പൊ നമ്മളുടെ റിസർച്ചിന്റെ വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെമിനിസം ഒബ്വിയസ്ലി നമ്മൾ എടുക്കുമ്പോൾ അതിലത്തെ വേരിയബിൾ ആയിരിക്കും ജെൻഡർ. ഓക്കെ, ദെൻ ഗോസ് പ്രൈമറി സോഴ്സ്. നമ്മൾ ഏതൊരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഏത് വർക്കാണോ മെയിൻ ആയിട്ട് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഷേക്സ്പിയറിന്റെ ഹാംലെറ്റില് സൈക്കോ അനലിറ്റിക്കൽ പ്രസൻസ് ആണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ അപ്പൊ എൻ്റെ പ്രൈമറി സോഴ്സ് ഏതാ? ഹാംലെറ്റ്.
അപ്പൊ ഞാൻ റിസർച്ച് നടത്തുന്നത് ഷേക്സ്പിയറിന്റെ ഹാംലെറ്റിലാണ്. അപ്പൊ ഹാംലെറ്റ് ആയിരിക്കും എൻ്റെ പ്രൈമറി സോഴ്സ്. ഇനി സെക്കൻഡറി സോഴ്സ് എന്താ? ആ ഹാംലെറ്റിനെ പറ്റി ആരെങ്കിലും ഒക്കെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള റൈറ്റിംഗ്സ് എഴുതിയിട്ടുണ്ടോ? ഇപ്പം ഹാംലെറ്റ് ആൻഡ് ഹിസ് പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ട് ടി.എസ്. എലിയറ്റിന്റെ വർക്ക് ഉണ്ട്. അപ്പൊ ടി.എസ്. എലിയറ്റിന്റെ ആ ഒരു വർക്ക് എടുക്കും. സൈക്കോ അനാലിസിസ് പഠിക്കാൻ വേണ്ടിയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ആ ബുക്ക് ഞാൻ പഠിക്കും. സോ സെക്കൻഡറി സോഴ്സ് ആയിട്ട് അതൊക്കെ പെടും. നമ്മൾ എടുക്കുന്ന ഒരു മെയിൻ വർക്കിലായിരിക്കും. ഇപ്പൊ ഞാൻ എടുക്കുന്ന ഒരു വർക്ക് ഞാൻ പറഞ്ഞു ഹാംലെറ്റിലെ സൈക്കോ അനാലിസിസ് ആയിരിക്കും ഞാൻ എടുക്കുന്ന റിസർച്ച്. അപ്പൊ എന്റെ ഫസ്റ്റ് വർക്ക് ഏതാ? ഫസ്റ്റ് അല്ലെങ്കിൽ പ്രൈമറി സോഴ്സ് ഏതാ? ഞാൻ ആ ഒരു പ്രോബ്ലം കണ്ടെത്തുന്ന ഒരു, അതായത് ഇപ്പൊ ഹാംലെറ്റ് ആണ് ഞാൻ പഠിക്കുന്നത്. ഇനിയിപ്പോ ഹാംലെറ്റിനെ കുറിച്ചിട്ട് ബാക്കിയുള്ളവർ എഴുതിയിട്ടുണ്ടോ, സൈക്കോ അനാലിസിസിനെ പറ്റിയിട്ട് ബാക്കിയുള്ളവർ എഴുതിയിട്ടുണ്ടോ, അതായിരിക്കും എന്റെ സെക്കൻഡറി സോഴ്സ്. അപ്പൊ പ്രൈമറി സോഴ്സും സെക്കൻഡറി സോഴ്സും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ ഗോസ് പ്ലേജിയറിസം. മീൻസ് മറ്റൊരാളുടെ വർക്ക് നമ്മൾ എടുത്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് പ്ലേജിയറിസം എന്ന് പറയുക. യൂസിങ് സം എൽസസ് വർക്ക് ആൻഡ് ക്ലെയിമിങ് ആസ് ഇറ്റ് ഈസ് അവർ ഓൺ. നമ്മളുടേതായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാണ് സംബഡി എൽസസ് വർക്ക് ആൻഡ് വിത്തൗട്ട് ഗിവിങ് ക്രെഡിറ്റ്. നമ്മൾ ബാക്കിയുള്ളവരുടെ വർക്ക് അനലൈസ് ചെയ്തിട്ട് റെഫർ ചെയ്തിട്ട് നമ്മളൊരു കാര്യം എഴുതുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അവർക്ക് ക്രെഡിറ്റ് കൊടുത്താൽ മതി. ഇത് ഇന്ന ആളുടെ ഇന്ന ബുക്കത്തെ വർക്ക് ആണെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അങ്ങനെ എടുക്കുന്നതിൽ ദർ ഇസ് നോ പ്രോബ്ലം. പക്ഷെ ക്രെഡിറ്റ് കൊടുക്കാതെ നമ്മൾ അവരുടെ ഒരു ലൈനോ അവരുടെ കൊട്ടേഷനോ അവരുടെ ബുക്കിൽ യൂസ് ചെയ്തിട്ട് ഒരു ലൈൻ എക്സാക്ട് റെപ്ലിക്ക നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് പ്ലേജിയറിസം. ഓക്കെ. Now goes citation. സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തിട്ടുള്ള സോഴ്സസ്, നമ്മൾ ഉള്ളിൽ ഇപ്പോൾ ഒരു റിസർച്ച് നടത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ളവരുടെ വർക്ക്സ് ഒക്കെ എഴുതേണ്ടി വരും. കാരണം നമ്മൾ പ്രൂവ് ചെയ്യാണ്. അപ്പൊ പ്രൂവ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ സ്ഥലത്ത് നിന്നൊക്കെ ക്ലൂസ് വേണം. അപ്പൊ ആ ക്ലൂ ആയിട്ട് നമ്മൾ ബാക്കിയുള്ളവർ എഴുതിയിട്ടുള്ള വർക്കിന് വിൽ ടേക്ക് ലൈൻസ് ആൻഡ് ഓൾ. അപ്പൊ ആ ലൈൻസ് ഒക്കെ എഴുതുമ്പോൾ അറ്റ് ലാസ്റ്റ് ഗിവ് ക്രെഡിറ്റ്. എങ്ങനെയാണ് നമ്മൾ കൊടുക്കുക? ഇപ്പൊ ചാൾസ് ഡിക്കൻസിന്റെ ഒരു വർക്ക് എന്നാണ് നമ്മൾ ഒരു ലൈൻ എടുക്കുന്നെങ്കിൽ ഡിക്കൻസ് ഏത് പേജ് നമ്പറിനാണ് നമ്മൾ അത് എടുത്തെന്നും കൂടി കൊടുക്കുക. അപ്പൊ ഡിക്കൻസ് 15 ബ്രാക്കറ്റിൽ കൊടുത്താൽ മതി. ഇന്ന ലൈൻ ഞാൻ ഇയാളുടെ ഈ ബുക്കിൽ നിന്നാണ് എടുത്തത് എന്ന് അത് അവിടെ ക്രെഡിറ്റ് കൊടുത്തു. സോ ഇങ്ങനെ ക്രെഡിറ്റ് കൊടുക്കുന്നതിനാണ് സൈറ്റേഷൻ എന്ന് പറയുക. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ് കേട്ടോ. അത് നമ്മൾ ഒരു റിസർച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വേറൊരാളുടെ ലൈൻ അവിടെ യൂസ് ചെയ്യാണ്. അപ്പൊ ആ ലൈന് നമുക്ക് അവിടെ വേണം ക്ലൂ ആയിട്ട് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ അവിടെ ഈ ഡിക്കൻസ് എന്ന് പറഞ്ഞിട്ട് വിൽ ഗിവ് ബ്രാക്കറ്റ്സിൽ നമ്മൾ കൊടുക്കും ചാൾസ് ഡിക്കൻസിന്റെ ഈ ഒരു വർക്കത്തെ ഈ നമ്പറാണ് ഞാൻ യൂസ് ചെയ്തിട്ട്, ഈ പേജ് നമ്പറിനാണ് ഞാൻ ഈ ലൈൻ എടുത്തിട്ടുള്ളത് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ. Then goes bibliography or work cited. ബിബ്ലിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിസർച്ച് കണ്ടക്ട് ചെയ്യാൻ എത്ര സോഴ്സസ് എടുത്തോ, എത്ര ബുക്സ് റെഫർ ചെയ്തോ, ഏതൊക്കെ വർക്ക്സ് ആണ് നമ്മൾ ഈ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് ആ റിസർച്ചിന് യൂസ് ചെയ്ത ബുക്സിന്റെ ഒക്കെ പേര് ലാസ്റ്റിൽ കൊടുക്കുക. വിത്ത് ദി ഓഥർ, ഏത് ഇയർ ആണ് പബ്ലിഷ് ചെയ്തത്, പബ്ലിഷർ ആരാന്നൊക്കെ പറഞ്ഞ ഒരു ഓർഡറിൽ കൊടുക്കുന്നതിനെയാണ് ബിബ്ലിയോഗ്രഫി ഓർ വർക്ക് സൈറ്റഡ് എന്ന് പറയാം. Then goes footnotes or endnotes. Footnotes or endnotes എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് റിസർച്ച് പേപ്പറിൽ എഴുതുമ്പോൾ എല്ലാം ഭയങ്കര എക്സ്പ്ലനേറ്ററി ആക്കിയിട്ട് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ചില ടേംസ് ഒക്കെ യൂസ് ചെയ്യും. പക്ഷെ അതിന് കുറച്ചും കൂടി ഒരു 2 ലൈൻ എക്സ്പ്ലനേഷൻ നമുക്ക് അവിടെ റിസർച്ച് പേപ്പറിൽ കൊടുത്താൽ ചിലപ്പോൾ ആ ഒരു സെന്റൻസ് അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താക്കും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ താഴത്ത് ആ പേജിന്റെ താഴത്ത് ഫുട് നോട്ട് ആയിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ആഫ്റ്റർ ദ റിസർച്ച് കൺക്ലൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു എൻഡ് നോട്ട് ആയിട്ട് കൊടുക്കും ഫോർ എക്സ്ട്രാ ഇൻഫർമേഷൻ ഓർ ഫോർ എക്സ്ട്രാ എക്സ്പ്ലനേഷൻ. ദാറ്റ് ഇസ് ഫുട് നോട്ട്സ് ഓർ എൻഡ് നോട്ട്സ്. ദെൻ അല്ലെങ്കിൽ ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുക്കും എൻഡ് നോട്ട്സ്. ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ ഫ്രേസസ് ഒക്കെ ഇതാണ് മീൻ ചെയ്തതെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ സെയിം പേജിൽ തന്നെ എൻഡിൽ കൊടുക്കും. സെയിം പേജിൽ തന്നെ എൻഡിൽ കൊടുക്കുന്നതിനാണ്, താഴ്ത്ത് കൊടുക്കുന്നതിനാണ് ഫുട് നോട്ട് എന്ന് പറയാ. ഒരു ചാപ്റ്ററിന്റെ എൻഡിൽ കൊടുക്കുകയാണ്, ആ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ ദാറ്റ് ഗോസ് അതിനെന്താ പറയാ, എൻഡ് നോട്ട്സ്. ഓക്കെ. ദെൻ വാട്ട് ഡു യു മീൻ ബൈ പിയർ റിവ്യൂ? പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു വർക്ക് എക്സ്പേർട്സിന്റെ മുന്നിൽ നമ്മൾ കൊടുത്തിട്ട് ഫൈനൽ സബ്മിറ്റ് ചെയ്തിട്ട് അവർ നമ്മൾ
അതായത് സബ്മിഷൻ മീൻസ് റിസർച്ച് സബ്മിഷൻ അല്ല, നമ്മൾ ചെയ്തൊരു വർക്ക് നമ്മളുടെ എക്സ്പെർട്ട്, ഇപ്പൊ നമ്മൾ ഒരു ഗൈഡ് ഉണ്ടാവും, നമുക്ക് ആ ഗൈഡ് വഴി ചെക്ക് ചെയ്തിട്ടല്ലേ നമ്മൾ വൈവക്ക് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, വൈവ ടീച്ചേഴ്സിന് കൊടുക്കുക ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ. അപ്പൊ സിമിലർ ഗോസ് വിത്ത് ദിസ്. അതായത് നമുക്കൊരു ഗൈഡോ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുമുള്ള കുറച്ച് എക്സ്പേർട്സ് ഉണ്ടാവും റിഗാർഡിങ് റിസർച്ച്. അപ്പൊ അവരുടെ അടുത്ത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള റിസർച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് അവർ ചെക്ക് ചെയ്യും ആ ഒരു ക്വാളിറ്റി. ദാറ്റ് ഈസ് പിയർ റിവ്യൂ. ഓക്കെ. സോ ദീസ് ആർ സം മെത്തേഡ്സ്. റിസർച്ച് പല ടൈപ്പിൽ ഉണ്ടാവും. ഒരു ഓതറിന്റെ ലൈഫ് വെച്ചിട്ട് ആ റൈറ്റിങ്സ്, ആ ഒരു റൈറ്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ, ആ റൈറ്ററിന്റെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം അയാളുടെ വർക്ക്സിൽ വന്നിട്ടുണ്ട്, റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ആ ഓതറിന്റെ ഡയറീസ്, മെമ്മോയേഴ്സ്, ലെറ്റേഴ്സ്, ഇതൊക്കെ വെച്ച് ബേസ് ചെയ്തിട്ട് ഒരാളുടെ, ഇപ്പൊ ഞാൻ ഷേക്സ്പിയറിനെ സ്റ്റഡി ചെയ്യാണ്, അപ്പൊ അങ്ങനത്തെ ഒരു മെത്തേഡ് ഓഫ് സ്റ്റഡീനെയാണ് നമ്മൾ ഓട്ടോബയോഗ്രഫിക്കൽ റിസർച്ച് ഒരു ഓട്ടോബയോഗ്രഫിക്കൽ മെത്തേഡ് എന്ന് പറയാം. ആൻഡ് ഈ ഒരു റൈറ്റേഴ്സിന്റെ പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്സും അയാളുടെ റൈറ്റിങ്ങും, കൺഫെഷണൽ റൈറ്റിംഗ്, അയാളുടെ പേഴ്സണൽ ലൈഫ് എത്രത്തോളം വർക്ക്സിൽ പ്രസന്റ് ചെയ്യുന്ന ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ട് ആ ഓതറിനെ പഠിക്കുന്നതിനാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെത്തേഡ് എന്ന് പറയാം. പക്ഷെ ഇതിന്റെ ലിമിറ്റേഷൻ എന്താന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓതറിന്റെ ലൈഫ് ആയിരിക്കും കൂടുതലാക്കുക റാദർ ദാൻ ടെക്സ്റ്റ് ബുക്സ്. അപ്പോൾ ബയോഗ്രഫിക്കൽ ഫാലസി, അപ്പൊ നമുക്ക് എത്രത്തോളം ക്രെഡിബിൾ ആയിരിക്കും നമ്മൾ ഒരു ടെക്സ്റ്റ് വഴി ഒരു ഓതറിനെ പഠിക്കുമ്പോൾ, ദർ ആർ ലിമിറ്റേഷൻസ്. വി കാൺ കംപ്ലീറ്റ്ലി സ്റ്റഡി ആൻ ഓതർ. ഇപ്പൊ നമ്മളുടെ ഒരു പേഴ്സണൽ, നമ്മൾ എഴുതിയിട്ടുള്ള റൈറ്റിംഗ് വെച്ചിട്ട് നമ്മൾ അനലൈസ് ചെയ്യാൻ, നമ്മളെ വിലയിരുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് കൺഫ്യൂഷൻ അറൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ. നെക്സ്റ്റ്, ഓറൽ ഹിസ്റ്ററി. ഹിസ്റ്ററി വഴി നമ്മൾ റിസർച്ച് നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ ദളിത് സ്റ്റഡീസിലൊക്കെ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിൽ എടുത്തു പോയിട്ട് അവരുടെ ടെസ്റ്റിമോണീസ്, അവർ പറഞ്ഞിട്ടുള്ള ഇന്റർവ്യൂസ്, അവരുടെ പേഴ്സണൽ മെമ്മറീസ്, ഇതൊക്കെ പ്രസന്റ് ചെയ്യുന്നതാണ് ഓറൽ ഹിസ്റ്ററി. ഓറൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അവര് കൈമാറി, വാമൊഴിയായി കൈമാറി വന്ന അവരുടെ ഒരു കൾച്ചറൊക്കെ ഇല്ലേ, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു റിസർച്ച് പേപ്പർ എഴുതുമ്പോൾ ഗോസ് ലൈക്ക് ഓറൽ ഹിസ്റ്ററി ബേസിസിലായിരിക്കും. ട്രൈബൽ ലിറ്ററേച്ചർ, വിമൻസ് നെറേറ്റീവ്സ്, വിമൻസിന്റെ കുറെ അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വി ആർ പ്രസന്റിങ് ദ റിസർച്ച് ദാറ്റ് ഗോസ് ലൈക്ക് ഓറൽ ഹിസ്റ്ററി. ദെൻ വിഷ്വൽ മെത്തഡോളജീസ്. വിഷ്വൽ മെത്തഡോളജീസ് വഴി റിസർച്ച് ചെയ്യാന്ന് പറയുമ്പോൾ മെയിൻലി ഫിലിം സ്റ്റഡീസ്. നമ്മളൊരു ഫിലിം ബേസ്ഡ് ഒരു റിസർച്ച് നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം സ്റ്റാറി നൈറ്റ്സ് ബൈ വിൻസെന്റ് വാൻഗോഗിന്റെ ഒരു പെയിന്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ റിസർച്ച് നടത്തുന്നത്, അല്ലെങ്കിൽ മൊണാലിസ പെയിന്റിങ്ങിനെ പറ്റിയിട്ടാണ് നമ്മൾ റിസർച്ച് നടക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ചുകൂടി വിഷ്വൽ മെത്തഡോളജീസ് ആവേണ്ട, വിഷ്വൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആവശ്യം വരും. പെയിന്റിങ്സ് വരും, ഫോട്ടോഗ്രാഫ്സ് വരും. ആൻഡ് സിമിലർ ഗോസ് ലൈക്ക് ഫിലിം സ്റ്റഡീസ്. ഫിലിം സ്റ്റഡീസ് നമ്മളൊരു റിസർച്ച് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഫിലിംസൊക്കെ റെഫർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വിഷ്വൽ മെത്തഡോളജി ആയിരിക്കും അങ്ങനെ ഒരു റിസർച്ചിൽ വേണ്ടി വരിക. ദെൻ ഗോസ് ഡിസ്കോഴ്സ് അനാലിസിസ്. ഡിസ്കോഴ്സ് അനാലിസിസ് വഴി നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ഗോസ്, അതായത് ഒരു സൊസൈറ്റീൻ്റെ ഐഡിയോളജീസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം പവർ ആൾക്കാർക്ക് ഉണ്ട്. ജെൻഡർ സ്റ്റഡീസ്, ഇപ്പോൾ ജെൻഡർ സ്റ്റഡീസിൽ പാട്രിയാർക്കി എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതൊക്കെ ഡിസ്കോഴ്സ് സ്റ്റഡിയാണ്. ഡിസ്കോഴ്സ്, നമ്മളൊരു കമ്മ്യൂണിറ്റിയിൽ പാട്രിയാർക്കി എത്രത്തോളം രൂക്ഷമാണെന്നൊക്കെ പഠിക്കുന്നതൊക്കെ ഡിസ്കോഴ്സ് അനാലിസിസ്. നമ്മളൊരു കമ്മ്യൂണിറ്റീനെ ഒരു റെപ്രസെൻറ്റേഷൻ ഒക്കെ പഠിക്കുന്നതിന്, അല്ലെങ്കിൽ പോസ്റ്റ് കൊളോണിയൽ സ്റ്റഡീസ് അധികവും ഡിസ്കോഴ്സ് അനാലിസിസ് ആയിരിക്കും. കാരണം പോസ്റ്റ് കൊളോണിയൽ ആയിട്ട് കുറച്ചുകൂടി റീജിയണൽ സ്റ്റഡീസ്, എത്രത്തോളം സുപ്പീരിയോറിറ്റി, ഇൻഫീരിയോറിറ്റി, ബ്രിട്ടൻ സൂപ്പർ പവർ ആയിരിക്കും, ബാക്കിയുള്ള കൺട്രീസ് ഒക്കെ ഇൻഫീരിയർ ആയിരിക്കും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ പവർ, ഐഡിയോളജി, റെപ്രസെൻറ്റേഷൻ ഒക്കെ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനാണ് ഡിസ്കോഴ്സ് അനാലിസിസ്. മീഡിയയിൽ എത്രത്തോളം മെൻ ആൻഡ് വിമനെ ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെയാണ് മീഡിയയിൽ പ്രസന്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ഡിസ്കോഴ്സ് അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ. Then goes ethnographic methods. Ethnographic എന്ന് പറഞ്ഞാൽ എത്തനിസിറ്റീസിനെ ബേസ് ചെയ്തിട്ട്. എത്തനിസിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൾച്ചറലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഇന്ത്യ, അല്ലെ? അതായത് ഡിഫറെന്റ് കൺട്രീസ് ആർ ദേർ വിത്ത് ഡിഫറെന്റ് എത്തനിസിറ്റീസ്.
അപ്പൊ എത്തനിസിറ്റീസ് എന്ന് പറഞ്ഞാൽ കൾച്ചറൽ കമ്മ്യൂണിറ്റീസിനെ സൊസൈറ്റീസിനെ ഒക്കെ പഠിക്കുന്നതിനെയാണ് എത്തനോഗ്രഫിക് മെത്തേഡ്സ് എന്ന് പറയാം. ഇപ്പൊ ദളിത് ലിറ്ററേച്ചർ, ട്രൈബൽ ലിറ്ററേച്ചർ, ഫോക്ക് നെറേറ്റീവ്സ്, ഓറൽ എപ്പിക്സ്, കമ്മ്യൂണിറ്റി ബേസ്ഡ് സ്റ്റോറി ടെല്ലിംഗ്. അതായത് ഓറൽ എപ്പിക്സ് അവർ ഓൾറെഡി നമുക്ക് ബുക്കായിട്ടൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ പണ്ടത്തെ മിത്തോളജി ഒക്കെ ആൾക്കാർ ഇങ്ങനെ വാമൊഴിയായി കൈമാറി കൈമാറി ജനറേഷൻസിൽ എത്തിയിട്ടുള്ള കുറേ ഏരിയാസ് ഉണ്ടാവും, കുറേ നോളജസ് ഉണ്ടാവും. അപ്പൊ ആ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഓരോ കമ്മ്യൂണിറ്റീനെ പഠിക്കണം, ആ കമ്മ്യൂണിറ്റിന്റെ ഹിസ്റ്ററി പഠിക്കണം, ആ കമ്മ്യൂണിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന പഠിക്കണം. ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് എത്തനിസിറ്റി ബേസ്ഡ് സ്റ്റഡീസ് വാട്ട് വി കോൾ എത്തനോഗ്രഫിക് മെത്തേഡ്സ്. ഓക്കെ, ഇനി ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഉണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി, നമ്പേഴ്സ്, ഡാറ്റ, സ്റ്റാറ്റിസ്റ്റിക്സ്. ഇപ്പോൾ ഒരു പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ എടുക്കില്ല, അതുപോലെ തന്നെ പാട്രിയാർക്കി ഇതൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിമൻ ഇങ്ങനെ ഓരോ റെപ്രസെൻറ്റേഷൻ ഇതിനൊക്കെ പറ്റിയിട്ട് നമ്പേഴ്സ് ആയിട്ട് പഠിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക് ഗ്രാഫ് ഒക്കെ യൂസ് ചെയ്തിട്ട് എത്രത്തോളം എക്സിസ്റ്റ് ചെയ്ത് ഗ്രാഫ് ഡാറ്റ ഒക്കെ വെച്ചിട്ട് പഠിക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സിൽ ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ടെക്സ്റ്റുവൽ അനാലിസിസ്. നമ്മൾ ഏതൊരു റിസർച്ച് ചെയ്യുമ്പോഴും നമുക്കൊരു ടെക്സ്റ്റ്, ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ നമ്മൾ അനലൈസ് ചെയ്യണം. അപ്പൊ ഈ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? അപ്പൊ ഒരു ഫൗണ്ടേഷൻ ഓഫ് ലിറ്റററി റിസർച്ച് എന്ന് പറയുമ്പോൾ ടെക്സ്റ്റുവൽ അനാലിസിസ് ആണ്. അപ്പൊ ഐ തിങ്ക് ദർ ഹാസ് ബീൻ എ PYQ റിഗാർഡിംഗ് ദിസ് ടെക്സ്റ്റുവൽ അനാലിസിസ്, അല്ലെങ്കിൽ ലിറ്റററി റിസർച്ചിൽ ടെക്സ്റ്റുവൽ അനാലിസിസിൽ വരുമ്പോൾ വാട്ട് ആർ ഓൾ ദ പ്രോസസ്സസ്. അതായത് ക്ലോസ് റീഡിങ്, നമ്മൾ ഫസ്റ്റ് എന്തായാലും അതിനെ ക്ലോസ് ആയിട്ട് റീഡ് ചെയ്യും. പിന്നെ അതിൻ്റെ തീംസ് ഇന്റർപ്രറ്റ് ചെയ്യും, അതിൽ ഏതൊക്കെ തിമാറ്റിക് കൺസേൺസ് ആണെന്ന് ചെക്ക് ചെയ്യും. പിന്നെ ആ ഒരു പെർട്ടിക്കുലർ വർക്ക് ഏതൊരു സ്റ്റൈലിലാണ് എഴുതിയിട്ടുള്ളത്, ഏത് ടോണാണ് കൊടുക്കുന്നത്, ഏതൊക്കെ ലിറ്റററി ഡിവൈസസ് അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, ഇമേജറീസ് ഉണ്ട്, അതിൽ മെറ്റഫർ ഉണ്ടോ, സിമിലി ഉണ്ടോ, ഫിഗേഴ്സ് ഓഫ് സ്പീച്ചസ് ഏതൊക്കെയാ, സിംബോളിസം ഉണ്ടോ, മോട്ടീവ്സ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്യും. അതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ഡീപ്പർ ആയിട്ട് പഠിക്കും. സോ ദാറ്റ് ഈസ് വാട്ട് ടെക്സ്റ്റുവൽ അനാലിസിസ് ഇസ്. ഓക്കെ, ഇനി ഇന്റർവ്യൂ വഴിയും നമ്മൾ റിസർച്ചിനെ അപ്രോച്ച് ചെയ്യും. ഫിക്സ്ഡ് ക്വസ്റ്റ്യൻ ഇന്റർവ്യൂ 3 ടൈപ്സ് ഉണ്ട്: സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, സെമി സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ, അൺസ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഈ ഇന്റർവ്യൂസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ലാംഗ്വേജ് സ്റ്റഡീസിൽ കൂടുതൽ, ലിംഗ്വിസ്റ്റിക്സിൽ കൂടുതൽ ഇന്റർവ്യൂ വെച്ചിട്ട് ആൾക്കാർ എത്രത്തോളം റെസ്പോൺസ് ത്രൂ ലാംഗ്വേജിൽ കൂടി തരുന്നുണ്ട് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്റർവ്യൂ വഴി റിസർച്ച് ഹാൻഡിൽ ചെയ്യും. ഇന്റർവ്യൂ ഇസ് എ process through which we get sources for research. ഇനി ബിബ്ലിയോഗ്രഫി, കിട്ടുന്ന കോണ്ടന്റ് ഏത് വഴിയായിരിക്കും? ടെക്സ്റ്റൽ അനാലിസിസ് വഴി കിട്ടും, ആൻഡ് ഓൾസോ ഇന്റർവ്യൂസ് വഴി കിട്ടും, എത്നോഗ്രഫിക് മെത്തേഡ്സ് വഴി കിട്ടും. ദെൻ ബിബ്ലിയോഗ്രഫി ടെക്സ്റ്റ് ബുക്ക് അനാലിസിസ് പോലെ തന്നെ നമ്മൾ കുറെ റൈറ്റേഴ്സിന്റെ വർക്ക്സ് ഒക്കെ എടുത്തിട്ട് ബിബ്ലിയോഗ്രഫി ഫോം ചെയ്യും. പ്രൈമറി സോഴ്സ് ഉണ്ടാവും, സെക്കൻഡറി സോഴ്സ് ഉണ്ടാവും. നമ്മൾ എടുക്കുന്ന ഫസ്റ്റ് ടെക്സ്റ്റ് ആണ് പ്രൈമറി സോഴ്സ്, സെക്കൻഡ് ടെക്സ്റ്റ് ആണ് ബാക്കി ആ ടെക്സ്റ്റിനെ പറ്റി ബാക്കിയുള്ളവർ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ, ക്രിട്ടിക്കൽ എക്ലെയിം ചെയ്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്സ്, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ പറ്റിയിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങളാണ് സെക്കൻഡറി സോഴ്സ് ആയിട്ട് വരിക. ഓക്കെ, സോ ഈ പ്രൈമറി ബിബ്ലിയോഗ്രഫി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ക്ലൂ നമ്മൾ കൊടുത്തു. ഇപ്പൊ ഒരു ഡിറ്റക്റ്റീവ് ആണ് നിങ്ങളെന്ന് വിചാരിച്ച് നിങ്ങളൊരു കേസ് സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലൂസ് വേണം. ആ ക്ലൂസ് നിങ്ങൾ പല അതർ ടെക്സ്റ്റ് ബുക്സിലാണ് എടുക്കുക. അപ്പൊ ആ ക്ലൂസ് വഴിയാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ ദിസ് ഈസ് വാട്ട് ക്രിമിനൽ ആണ് എന്ന് കണ്ടുപിടിക്കാനുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു റിസർച്ച് നിങ്ങൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രൈമറി സോഴ്സ് ഉണ്ടാവും, സെക്കൻഡറി സോഴ്സ് വേണം. അത് ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, റിസർച്ചിന്റെ ഡെപ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, ആൻഡ് ഓൾസോ ടു ഷോ റീഡേഴ്സ് ദാറ്റ് ദിസ് ഇസ് ദ പ്രൂഫ്. ഈ പ്രൂഫ്സ് വഴിയാണ് ഞാൻ ഈ റിസർച്ചിനെ സോൾവ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇനി റിസർച്ച് എത്തിക്സ്. വാട്ട് ഡു യു മീൻ ബൈ റിസർച്ച് എത്തിക്സ്? എന്താണ് റിസർച്ച് എത്തിക്സ്? റിസർച്ച് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വർക്ക് ഒറിജിനൽ ആൻഡ് ഓണസ്റ്റ് ആൻഡ് ട്രാൻസ്പെറന്റ് വർക്ക് ആയിരിക്കണം. ഞാൻ പറഞ്ഞു ഒറിജിനൽ, അത് ഓൾറെഡി ഒരു വർക്ക് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിലല്ല റിസർച്ച് എന്ന് പറയുന്നത്. നമ്മളുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽ എഫേർട്സ് എടുത്തിട്ട് നമ്മൾ കണ്ടുപിടിച്ച് നമ്മളുടെ യുണീക്ക് പെർസ്പെക്റ്റീവിൽ നമ്മൾ
ഓരോ ഐഡിയാസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്ത് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ ആയിട്ട് നമ്മൾ അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുക. സോ ഇറ്റ് ഷുഡ് ബി ഒറിജിനൽ ആൻഡ് ഓൾസോ ഓണസ്റ്റ് ആയിരിക്കണം. നമ്മൾ എഴുതുമ്പോൾ ഈ കോപ്പി പേസ്റ്റിംഗ് പാടില്ല, നമ്മൾ ബാക്കിയുള്ളവരുടെ വർക്ക് ചെയ്തില്ല, പക്ഷെ നമ്മൾ സ്റ്റിൽ മാൽ പ്രാക്ടീസസ് ചെയ്യും. അപ്പോൾ ഓണസ്റ്റി ഈസ് ബീൻ എക്സ്പെക്റ്റഡ് റിസർച്ചിന്റെ ഭാഗമായിട്ട്. ദെൻ ട്രാൻസ്പെറൻറ്റ് ആയിരിക്കുക, എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. നമ്മൾ ഒരിക്കലും അത് എന്താ പറയാ, ഒരു പെർട്ടിക്കുലർ സെന്റിമെന്റ്സിനെ ഹേർട്ട് ചെയ്യുന്നത് ഒന്നും ആയിരിക്കരുത്. റെസ്പെക്ട്ഫുൾ ആയിരിക്കണം. നോൺ പ്ലേജറൈസ്ഡ് കോപ്പീഡ് ഡാറ്റ ആയിരിക്കരുത്. അക്യുറസി ഉണ്ടാവണം, അക്യുറേറ്റ് ആയിരിക്കണം. ട്രൂ ടു വാട്ട് യു സേ, നിങ്ങൾ പറയുന്ന കാര്യം ട്രൂ ആയിരിക്കണം. ഒരിക്കലും തെറ്റായിട്ടുള്ള മിസ്റ്റേക്സ് കൊണ്ടുപോയി റിസർച്ചിൽ കൊടുക്കരുത്. കാരണം നമ്മളുടെ റിസർച്ച് ചെയ്തിട്ടുള്ള വർക്ക് ബാക്കിയുള്ളവരും അവരുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യും. സോ അതുകൊണ്ട് ഒരിക്കലും മിസ്റ്റേക്സ് കൊടുക്കരുത്. ഓക്കെ. ഒരു ഗുഡ് റിസർച്ച് പ്രോപ്പർ ക്രെഡിറ്റ് കൊടുക്കുക. നമ്മൾ വേറൊരു ലൈൻ എടുക്കുന്നുണ്ടെങ്കിൽ റിയൽ ഡാറ്റ കൊടുക്കാൻ ശ്രമിക്കുക. ബയസ്നെസ് നമ്മളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റ് കൂടുതൽ റിഫ്ലക്ട് ചെയ്യാതിരിക്കുക. ഓതേഴ്സിന്റെ ഐഡിയാസ് റെസ്പെക്ട് ചെയ്യുക. ഒരിക്കലും വേറെയുള്ള കമ്മ്യൂണിറ്റീസിന്റെ ഇൻഡിവിജ്വലിന്റെ സെന്റിമെന്റ്സിന് ഹേർട്ട് ചെയ്യാതെ ഇരിക്കുക. ഓക്കെ, ദിസ് ഈസ് ദി അനാദർ. നമ്മൾ പറഞ്ഞു റിസർച്ച് പ്രോസസ് ആണ് ഏറ്റവും കൂടുതൽ NTA നിങ്ങളുടെ UGC നെറ്റിൽ ചോദിക്കാറുള്ളത്. അനാദർ വൺ ഇസ് ദാറ്റ് ദിസ് ഇസ് ദി അനാദർ ഇമ്പോർട്ടൻറ്റ് ഏരിയ, MLA APA ചിക്കാഗോ. ദാറ്റ് മീൻസ് ഡോക്യുമെന്റേഷൻ സ്റ്റൈലാണ്. നിങ്ങളൊരു റിസർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ എഴുതിയിട്ടുള്ള കോണ്ടന്റ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കുന്നതാണ് ഈ ഡോക്യുമെന്റേഷൻ സ്റ്റൈൽ. നിങ്ങൾ എങ്ങനെയാണ് ഈ എഴുതിയിട്ടുള്ള റിട്ടൺ കോണ്ടന്റ് ഡോക്യുമെന്റ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് തരുന്ന ഒരു റൂൾ ബുക്കാണ് ദീസ് ത്രീ ആർ ദ മേജർ. MLA APA ചിക്കാഗോ. ഇതിൽ MLAന്റെ 9th എഡിഷൻ, അതായത് MLAന്റെ 9th എഡിഷൻ ആണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൽ കൊടുത്തിട്ടുള്ള റൂൾസ് ആണ് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ റിസർച്ച് ചെയ്യുമ്പോൾ വി യൂസ് മോസ്റ്റ്ലി. ഓക്കെ. ആൻഡ് MLAന്റെ ഫുൾ ഫോം എന്താണ്? മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ. മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ, MLA is an abbreviation of modern language association. ഇനി MLA is used in ഹ്യൂമാനിറ്റീസും ലിറ്ററേച്ചർ. നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ആർട്സ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ലിറ്ററേച്ചറിൽ ഈ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡോക്യുമെന്റേഷൻ സ്റ്റൈൽ MLA ആണ്. MLAന്റെ ഫോർമാറ്റ് എന്താണെന്ന് വെച്ചാൽ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ്. നമ്മൾ ഒരു ലൈൻ ഇപ്പം വേറൊരാളുടെ വർക്ക് നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇയാളുടെ ഈ പേജ് നമ്പർ, നമ്മൾ ഓതറിന്റെ പേരും പേജ് നമ്പറും ആണ് കേട്ടോ കൊടുക്കുക. എന്നിട്ട് വർക്ക് സൈറ്റിലാണ് ഏത് വർക്ക് ആണെന്ന് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ ചാൾസ് ഡിക്കൻസിന്റെ ഒരു വർക്ക് ഞാൻ എടുക്കുകയാണെങ്കിൽ, ഒരു ലൈൻ എടുക്കുകയാണെങ്കിൽ ചാൾസ് ഡിക്കൻസിന്റെ ലാസ്റ്റ് നെയിം ഡിക്കൻസ് എന്ന് എഴുതും. എന്നിട്ട് ആളുടെ ഏത് പേജ് നമ്പറിനാണ് നമ്മൾ എടുത്തിട്ടുള്ളതെന്നും എഴുതും. എന്നിട്ട് നമ്മൾ ക്ലോസ് ചെയ്യും ബ്രാക്കറ്റ്സ്. ഓക്കെ. സോ ഓതർ പേജ് ഫോർമാറ്റ് ആണ്. അതായത് ഞാൻ പറഞ്ഞു ചാൾസ് ഡിക്കൻസിന്, അതായത് ഡിക്കൻസ് ഓതറിന്റെ ലാസ്റ്റ് നെയിം ആയി യൂസ് ചെയ്യുക, ഡിക്കൻസ് എന്ന് യൂസ് ചെയ്യും, എന്നിട്ട് പേജ് നമ്പർ യൂസ് ചെയ്യും. ഓതർ പേജ് ഫോർമാറ്റ്, ദിസ് ഇസ് ഹൗ MLA ഫോളോസ്. അതായത് ഈ എക്സാമ്പിൾ കണ്ടോ, വെർജീനിയ വുൾഫിന്റെ ഒരു വർക്കിന് നമ്മൾ ഏതെങ്കിലും ഒരു ലൈൻ നമ്മളുടെ റിസർച്ചിൽ എടുത്തിട്ടുണ്ടെങ്കിൽ വെർജീനിയ വുൾഫിന്റെ ലാസ്റ്റ് നെയിം വുൾഫ് ആണ്, വുൾഫ് എന്ന് എഴുതും. എന്നിട്ട് ഏത് പേജ് നമ്പർ എന്നാണോ എടുത്തിട്ടുള്ളത് 22, അപ്പൊ അതും കൂടി എഴുതും. ദാറ്റ് ഈസ് വാട്ട് MLA സ്റ്റൈൽ ഗോസ് ലൈക്ക്. ഇനി MLA ബുക്ക് ഫോർമാറ്റ് നമ്മൾ വർക്ക് സൈറ്റിൽ കൊടുക്കുമ്പോൾ ഫസ്റ്റ് വർക്ക് സൈറ്റിൽ ഒരു ഫോർമാറ്റ് ഉണ്ട്. ഓതറിന്റെ പേര് കൊടുക്കും, ഓതറിന്റെ ലാസ്റ്റ് നെയിം എങ്ങനെയാണ് കൊടുക്കുക, ഓതറിന്റെ നെയിം കൊടുക്കും, ടൈറ്റിൽ ഓഫ് ദ വർക്ക് കൊടുക്കും, ആ വർക്ക് ആരാ പബ്ലിഷ് ചെയ്തത്. ഇപ്പൊ പെൻഗ്വിൻ ബുക്സ് ഉണ്ട്, DC ബുക്സ് ഉണ്ട്, ഇങ്ങനത്തെ പബ്ലിഷറിന്റെ പേര് കൊടുക്കും. പിന്നെ ഇയർ കൊടുക്കും, ഏത് കൊല്ലമാണ് പബ്ലിഷ് ചെയ്തത്. കുറച്ച് മുന്നേ വരെ MLA 8th എഡിഷന്റെ 7th എഡിഷൻ വരെ ഏത് പ്ലേസിലാണ് പബ്ലിഷ് ചെയ്തെന്നും ഉണ്ടായിരുന്നു. പക്ഷെ 8th എഡിഷൻ മുതൽ കട്ട് ചെയ്ത് കളഞ്ഞു പ്ലേസ് കൊടുത്തിരുന്നത്. ഓക്കെ. അപ്പൊ ഇപ്പം 8th-ലും 9th എഡിഷനിലൊന്നും പ്ലേസ് കൊടുത്തിട്ടില്ല. നമ്മൾ ഇപ്പം ഫോളോ ചെയ്യുന്നത് MLA 9th എഡിഷൻ ആണ്. ഓക്കെ. ഇനിയിപ്പോ ഒരു ജേണൽ ആർട്ടിക്കിൾ ആണെങ്കിൽ ആ ഓതറിന്റെ പേര് കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും, ഏത് ജേണലിന്റെ പേര് കൊടുക്കും, ഏത് വോളിയം 1 ആണോ 2 ആണെന്ന് കൊടുക്കും, എന്നിട്ട് നമ്പർ കൊടുക്കും, വോളിയം നമ്പർ. ഓക്കെ, വോളിയം നമ്പർ കൊടുക്കും, ഇയർ കൊടുക്കും, പേജസ് കൊടുക്കും, ഏതൊക്കെ പേജസ് ആണ് എടുത്തിട്ടുള്ളത് എന്ന് കൊടുക്കും. I hope this is clear for you.
ഇനി നെക്സ്റ്റ് സ്റ്റൈൽ ഇസ് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഇതൊരു കൊല്ലം UGC ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് APA? ഐ തിങ്ക് ലാസ്റ്റ് ഇയർ 2024 ജൂൺ എക്സാമിനാണ്. APA ഫുൾ ഫോം എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. ഓക്കെ, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ. പ്ലീസ് ഡു റിമെമ്പർ, APA കൂടുതൽ യൂസ് ചെയ്യുക സോഷ്യൽ സയൻസിലാണ്. സോഷ്യൽ സയൻസ് സബ്ജക്ട്സിലാണ് കൂടുതൽ APA യൂസ് ചെയ്യാറ്. APA സൈറ്റേഷൻ സ്റ്റൈലിൽ ഓതർ ഇയർ ഫോർമാറ്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഓതറും പേജ് നമ്പറും ആണ് യൂസ് ചെയ്തിരുന്നത്. ഇവിടെ ഓതറും ഇയർ, ഏത് ഇയറിലാണ് വർക്ക് എന്നാണ്. ഫോർ എക്സാമ്പിൾ വെർജീനിയ വുൾഫിന്റെ ഏതെങ്കിലും ഒരു ലൈന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓതറിന്റെ പേര് കോമ, ആ ഇയർ, ആ ബുക്ക് ഏത് ഇയറിലാണ് പബ്ലിഷ് ചെയ്തതെന്ന്. APA ബുക്ക് ഫോർമാറ്റ് ഓതർ കംസ്, ദെൻ ഇയർ, ടൈറ്റിൽ, പബ്ലിഷർ. ഓക്കെ, ഇനി കംസ് ഷിക്കാഗോ സ്റ്റൈൽ. ഷിക്കാഗോ സ്റ്റൈലിൽ കൂടുതൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഫിലോസഫി, ഹ്യൂമാനിറ്റീസിലും എടുക്കും. ഈ ഏരിയാസ്, ഈ സബ്ജക്റ്റിൽ നമ്മൾ റിസർച്ച് നടക്കുമ്പോഴാണ് കൂടുതൽ ഷിക്കാഗോ സ്റ്റൈൽ യൂസ് ചെയ്യുക. ഇതിൽ ബിബ്ലിയോഗ്രഫി, നോട്ട്സ്, ഓതർ ഡേറ്റ് സിസ്റ്റം ഒക്കെ കൊടുക്കും. ഇതിൽ കുറച്ചും കൂടി ഭയങ്കര ഡീറ്റെയിൽഡാ, ഭയങ്കര കുറേ ഫുട് നോട്ട്സ് ഉണ്ടാവും, കുറേ എൻഡ് നോട്ട്സ് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻ താഴത്ത് കൊടുക്കണം. അപ്പൊ ഷിക്കാഗോ സ്റ്റൈൽ കുറച്ചും കൂടി എക്സ്പ്ലനേറ്ററിയാ. അതുകൊണ്ട് ബിക്കോസ് അത് ഹിസ്റ്ററി ഫിലോസഫി ഒക്കെ ഡീൽ ചെയ്യുന്ന, അപ്പൊ അതിൽ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ വേണം, കുറച്ചും കൂടി ഡിസ്ക്രിപ്റ്റീവ് വേണം, കുറച്ചുകൂടി ഡീറ്റെയിൽ ഓറിയന്റഡ് വേണം. ആൻഡ് ഓൾസോ ഇറ്റ് ഫോളോസ് എ ഫോർമൽ സ്റ്റൈൽ. ഓക്കെ ഓക്കെ നയൻത് എഡിഷൻ ആണ് നമ്മൾ ലിറ്ററേച്ചർ ഇംഗ്ലീഷ് ഒരു റിസർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുക MLA ഹാൻഡ് ബുക്ക് ആണ്. അതിന്റെ നയൻത് എഡിഷൻ ആണ്. ഓക്കെ, റിമെമ്പർ, MLA ഹാൻഡ് ബുക്കിന്റെ നയൻത് എഡിഷൻ ആണ് നമ്മൾ ഫോളോ ചെയ്യുക. ആൻഡ് ഓൾസോ സർപ്രൈസിംഗ്ലി UGC നെറ്റ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. MLA ഹാൻഡ് ബുക്കത്തെ ചാപ്റ്റേഴ്സ് റിലേറ്റഡ്, ഓരോ ചാപ്റ്റർ, ഈ ചാപ്റ്ററിൽ എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ പ്ലീസ് ഡു റിമെമ്പർ ദ ചാപ്റ്റേഴ്സ് ഓഫ് ദീസ് MLA ഹാൻഡ് ബുക്കത്തെ ഈ ചാപ്റ്റേഴ്സിന്റെ ടൈറ്റിൽ അറ്റ്ലീസ്റ്റ് റിമെമ്പർ. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളത് ഡോക്യുമെന്റ് സോഴ്സസ് ആണ്. അതായത് നമ്മളൊരു സൈറ്റിംഗ് സോഴ്സസ്, എന്തിനാണ് ഡോക്യുമെന്റേഷൻ എസെൻഷ്യൽ എന്നൊക്കെ ഇങ്ങനെ കുറേ പറയുന്നതാണ് ഫസ്റ്റ് ചാപ്റ്റർ. സെക്കൻഡ് ചാപ്റ്ററിൽ പ്ലേജിയറിസം എന്താണെന്നും എത്തിക്സ്, റിസർച്ചിന്റെ എത്തിക്സ് എന്താണെന്നും പറയുന്നതാണ്. സോ പ്ലീസ് ഡു റിമെമ്പർ ദീസ് ടൈറ്റിൽസ്. ഓക്കെ, ഇനി MLA ഹാൻഡ് ബുക്കിന്റെ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഡോക്യുമെന്റ്സ് എങ്ങനെയൊക്കെ, വൈ ഷുഡ് വി ഡോക്യുമെന്റ് സോഴ്സസ്, അപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യും എന്തിനേക്കാണ് സൈറ്റേഷൻസ് വേണം, പ്ലേജറിസം അവോയ്ഡ് ചെയ്യാനൊക്കെയാണ് സൈറ്റേഷൻസ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞു തരുന്ന ചാപ്റ്റർ ആണ് തേർഡ് ചാപ്റ്റർ. ഇനി ഫോർത്ത് ചാപ്റ്ററിൽ നമ്മൾ ഏതൊക്കെ ഡീറ്റെയിൽസ് ആണ് സൈറ്റ് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന എല്ലാം വർക്ക് സൈറ്റിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഏതൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറയുന്നുണ്ട്. Then list of work cited guidelines, work cited പേജ് എങ്ങനെയായിരിക്കണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതെന്നും കൂടി കാണിക്കുന്നതാണ് വർക്ക് സൈറ്റഡ് ചാപ്റ്റർ. Then the sixth chapter is in-text citation. In-text citation എന്ന് പറഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന ഉള്ളിൽ, പാരഗ്രാഫിന്റെ ഉള്ളിൽ കൊടുക്കുന്ന, നമ്മൾ ബ്രാക്കറ്റ്സിൽ കൊടുക്കുന്ന കാര്യമാണ് ഇൻ-ടെക്സ്റ്റ് സൈറ്റേഷൻ. ഇൻ-ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ചാൾസ് ഡിക്കൻസ് പേജ് നമ്പർ. ഓക്കെ, ഇതൊക്കെ എങ്ങനെയാണ് കൊടുക്കാന്നുള്ള റൂൾസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ് സിക്സ്ത് ചാപ്റ്റർ. പിന്നെ സെവൻത്ത് നോട്ട്സ്, ഫുഡ് നോട്ട്സ് ആൻഡ് എൻഡ് നോട്ട്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ. എയ്ത്ത് വണ് ഗ്രാമർ, സെന്റൻസ് സ്ട്രക്ചർ, സ്റ്റൈലൊക്കെ എങ്ങനെയായിരിക്കണം ഒരു പ്രോപ്പർ റിസർച്ചിൽ എന്ന് പറയുന്നതാണ്. ദെൻ ഇൻക്ലൂസീവ് ലാംഗ്വേജ്, ഗൈഡ് ലൈൻസ് ഫോർ റെസ്പെക്ട്ഫുൾ, അൺബയസ്ഡ് ആൻഡ് റെപ്രസെന്റേറ്റീവ് ലാംഗ്വേജ്, ലാംഗ്വേജിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ പറയുന്നുണ്ട്. സ്പെല്ലിംഗ് ആൻഡ് പങ്ക്ച്വേഷൻസ് ഒക്കെ എത്രത്തോളം ആക്യുറേറ്റ് ആയിരിക്കണം ഒരു റിസർച്ചിൽ എന്നും കൂടി പറയുന്നതാണ് ദാറ്റ്. പിന്നെ 11th ചാപ്റ്റർ ക്യാപിറ്റലൈസേഷൻ, ഏതൊക്കെ കാര്യങ്ങൾ ക്യാപിറ്റലൈസ് ചെയ്യണം. ഇപ്പോൾ ഒരു ടൈറ്റിൽ, നമ്മുടെ മെയിൻ ടൈറ്റിൽ ഒരിക്കലും ഇറ്റാലിസൈസ് ചെയ്യാൻ പാടില്ല, അത് മിഡിൽ ഫോർമാറ്റിൽ ബോൾഡ് ആക്കിയിട്ട് എഴുതണം. ഇറ്റാലിസൈസ് ചെയ്യുക നമ്മൾ വേറെ ഏതെങ്കിലും വർക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ള കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെയാണ് പറയുന്നത്. 12 numbers, 13 abbreviations, 14 formatting your research project. This is the 14th chapter. 15th chapter using the MLA template. MLA മോഡലിൽ നിങ്ങൾക്ക് ഒരു MLA ഫോർമാറ്റിൽ ഒരു ഐഡിയൽ വേയിൽ എങ്ങനെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ് 15th ചാപ്റ്റർ. സോ ഈ ഒരു 1, 2, 3 ഈ ചാപ്റ്റേഴ്സിന്റെ പേരൊക്കെ, ടൈറ്റിൽസ് ഒക്കെ പ്ലീസ് ഡു റിമെമ്പർ ഇറ്റ്. ഈ ഒരു 13
14, 15. ഈ 15 ചാപ്റ്റേഴ്സിന്റെ പേരും പ്ലീസ് ഡു റിമെമ്പർ. സോ ദീസ് നമുക്കൊരു വെരി ബ്രീഫ് ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് റിസർച്ച് മെത്തഡോളജി. കമ്പാരിറ്റീവ്ലി വെൻ യു കമ്പയർ അതർ ടോപ്പിക്സ്, നമ്മൾ അത്ര ഫെമിലിയർ അല്ലാത്ത കുറച്ച് ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എ ബിറ്റ് ഡിഫിക്കൾട്ട് ടു കോംപ്രിഹെൻഡ്. നമുക്ക് കുറച്ചും കൂടി ഒരു സയന്റിഫിക്കൽ ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണിത്. കാരണം കൂടുതൽ ഫാക്ച്വൽ ഓറിയന്റഡ് ആണ്, കുറേ ഇൻഫർമേഷൻസ് ലോഡഡ് ആണ് റിസർച്ച് മെത്തഡോളജിയിൽ. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ മേജർ കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാന്ന് നോക്കുക. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓർഡർ അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. ഏതിൻ്റെ? റിസർച്ച് പ്രോസസ്സിന്റെ ഫസ്റ്റ് ഒരു എന്തൊക്കെയാ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതിന് മുന്നേ നമ്മളൊരു എന്ത് ഫോർമുലേറ്റ് ചെയ്യും, നമ്മൾ കീ ഏരിയ ഏതാണെന്ന് കണ്ടുപിടിക്കും, പിന്നെ ഓരോ ഡാറ്റ കളക്ഷൻ, ഇതൊക്കെ ഏതൊക്കെ സ്റ്റെപ്സിലാണ് വരുന്നത് എന്ന് നിങ്ങളോട് അറേഞ്ച് ഓർഡർ ആക്കാൻ പറയും ഈ ഡിസോർഡർ ആയിട്ടുള്ള സ്റ്റെപ്സിന്. സോ അതൊരു റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് UGC നെറ്റ് ഫ്രം ദിസ് ചാപ്റ്റർ. ആൻഡ് ഈ യൂണിറ്റിന് വേറെ ചോദിക്കുക MLA സ്റ്റൈൽ ബേസിസിലുള്ള കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, Now, PYQ analysis. PYQ analysis നമ്മൾ എത്രത്തോളം റിസർച്ച് മെത്തഡോളജിന്ന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത് എന്ന് ലെറ്റ്സ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഷുഡ് യു സൈറ്റ് എ സോഴ്സ് വിത്ത് നോ ഓതർ MLA? MLA ഫോർമാറ്റിൽ നമ്മൾ ഒരു സോഴ്സ് എങ്ങനെയാണ് സൈറ്റ് ചെയ്യുക? ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചാൾസ് ഡിക്കൻസിന്റെ ഒരു ലൈന് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഡിക്കൻസ് ആൻഡ് പേജ് നമ്പർ. അപ്പം അങ്ങനെയാണ് ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ യൂസ് ചെയ്യുക. അപ്പം ഒരു അപ്പോൾ ഓതർ ഇല്ലാത്തൊരു വർക്ക്, ഇപ്പൊ നമുക്ക് ഓതറിനെ അറിയില്ല, അപ്പൊ ആ ഒരു വർക്കിനെ നമ്മൾ എങ്ങനെ സൈറ്റ് ചെയ്യും? നമ്മൾ എങ്ങനെ യൂസ് ദ ടൈറ്റിൽ ആണോ യൂസ് ചെയ്യുക? നമ്മൾ അനോണിമസ് ആയിട്ട് പറയോ, അനോണിമസ് എഴുതോ, അല്ലെങ്കിൽ സൈറ്റേഷൻ സ്കിപ്പ് ചെയ്യോ, അല്ലെങ്കിൽ എഡിറ്ററിന്റെ നെയിം കൊണ്ടുപോയി സൈറ്റേഷനിൽ വെക്കോ? വാട്ട് ഡു വി ഡു? So the ideal one is option A. We use the title of the work in place of the authors. ഓതറിന്റെ പേരിന് പകരം നമ്മൾ ആ ഒരു വർക്കിന്റെ ടൈറ്റിൽ ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓപ്ഷൻ എ. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് വൺ. Okay, this is explanation when no author is given. Author പേര് കൊടുത്തിട്ടില്ലെങ്കിൽ in text citation ആയിക്കോട്ടെ, we'll use work cited ആയിക്കോട്ടെ, we'll give the title of the book. Okay, now look at these question. Next question, which of the following is not a method of data analysis? Which of the following is not a method of data analysis? What is the answer? Which of the following is not a method of data analysis? We have qualitative method and quantitative method and mixed method and subjective method. And which one is correct? Yes, it's not A, it is D. Okay, A alla D ആണ് ആൻസർ. അതായത് we have studied qualitative method ഉണ്ട്, quantitative method ഉണ്ട്, mixed. ഇത് രണ്ടും കൂടി യൂസ് ചെയ്തിട്ടുള്ള മിക്സ്ഡ് മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇതിലൊന്നും പെടാത്തത് സബ്ജക്റ്റീവ് മെത്തേഡാണ്. ഒരിക്കലും നമ്മൾ സബ്ജക്റ്റീവ് മെത്തേഡ് ഫോളോ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സബ്ജക്റ്റീവ് മെത്തേഡാണ് ഇവിടെ നോട്ട് എ മെത്തേഡ് ഓഫ് ഡാറ്റ അനാലിസിസ് ഡൂയിങ് റിസർച്ച് വൈൽ ഡൂയിങ് എ റിസർച്ച്. ഓക്കെ, സോ സബ്ജക്റ്റീവ് മെത്തേഡാണ് റോങ് ആയിട്ടുള്ള കാര്യം. ദാറ്റ് ഈസ് ദി കറക്റ്റ് ആൻസർ ഹിയർ. Next question. What is meant by corporate author in research? This is a PYQ, okay? ഇതിന് മുന്നേ നെറ്റ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. What is meant by corporate author in research? So option A is a writer belonging to a corporate company ആണോ, അല്ലെങ്കിൽ a writer of corporate topics ആണോ, a work produced by an institution or association അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ വർക്ക് ആണോ, അല്ലെങ്കിൽ ഒരു renowned ആയിട്ടുള്ള ഓതറിനെ ആണോ കോർപ്പറേറ്റ് ഓതർ ഇൻ റിസർച്ച് എന്ന് പറയാം? What is meant by corporate author?
Yes, very well. Very good, very good. The correct answer is C. Option C. Okay. So option C ആണ് correct answer. A work produced by an institution, association or government agency, ഒരു ഓർഗനൈസേഷൻ ആണ് ഒരു വർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ, അതാണ് കോർപ്പറേറ്റ് ഓതർ. ഓക്കെ. കോർപ്പറേറ്റ് ഓതർഷിപ്പ് റെഫേഴ്സ് ടു ഓർഗനൈസേഷൻ. ഇപ്പോൾ WHO അല്ലെങ്കിൽ യുനെസ്കോ, ഗവൺമെന്റ് ബോഡീസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ റിസർച്ചിന് യൂസ് ചെയ്യുന്നത് പഠിക്കാനെങ്കിൽ അതിനെ നമ്മൾ വർക്ക് സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ഓതർ എന്നാണ് മെൻഷൻ ചെയ്യുക. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which is the correct MLA work cited entry for a book by a single author? ഒരു സിംഗിൾ ഓതർ ഉള്ള ഒരു വർക്കിനെ നമ്മൾ റിസർച്ചിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കിനെ നമ്മൾ എങ്ങനെ വർക്ക് സൈറ്റിൽ അല്ലെങ്കിൽ ബിബ്ലിയോഗ്രഫിയിൽ എൻ്റർ ചെയ്യും? ഒരു പെർട്ടിക്കുലർ റൂൾ ഉണ്ട്. MLA 9th എഡിഷൻ പ്രകാരം നമ്മൾ ഏതാണ് യൂസ് ചെയ്യുക? ഞാൻ പറഞ്ഞു ഓതറിന്റെ നെയിം ഫസ്റ്റ് ലാസ്റ്റ് നെയിം ആ യൂസ് ചെയ്യുക. ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം ഡോട്ട് പീരിയഡ്, അവിടെ ഫുൾ സ്റ്റോപ്പ് ഉണ്ട്. ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിം ഫുൾ സ്റ്റോപ്പ്, ദെൻ ആ വർക്കിന്റെ പേര്, ആ വർക്കിന്റെ പബ്ലിഷർ, ആ വർക്കിന്റെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഇയർ. ഇനിയിപ്പം ആ വർക്ക് ഏത് ജേർണൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ജേർണലിന്റെ പേരും യൂസ് ചെയ്യും. ഓക്കെ. സോ വാട്ട് ഈസ് ദി ആൻസർ ഹിയർ? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു വർക്ക് ജോൺ സ്മിത്ത് എഴുതിയിട്ടുള്ള ദ ഫ്യൂച്ചർ ഓഫ് ടെക്നോളജി, ഓക്സ്ഫോർഡ് UPയിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഇൻ ദ ഇയർ 2010. അപ്പൊ ജോൺ സ്മിത്ത് എന്നുള്ള ഓതറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ സ്മിത്ത് എന്നുള്ള ലാസ്റ്റ് നെയിം ഫസ്റ്റ് എടുക്കും, എന്നിട്ട് കോമ ആഡ് ചെയ്യും, എന്നിട്ട് ജോൺ ആഡ് ചെയ്യും. ദെൻ സോ ഫസ്റ്റ് എന്താ ആഡ് ചെയ്യുക? ലാസ്റ്റ് നെയിം ഓഫ് ദി ഓതർ കോമ ഫസ്റ്റ് നെയിം ഓഫ് ദി ഓതർ ഫുൾ സ്റ്റോപ്പ്, ദെൻ ദ നെയിം of the work full stop, then publisher comma year full stop. This is the basic format in which ഒരു ഓതർ എഴുതിയിട്ടുള്ള ഒരു വർക്കിനെ നമ്മൾ വർക്ക് സൈറ്റിൽ in accordance with MLA 9th edition പ്രകാരം നമ്മൾ എങ്ങനെയാണ് സൈറ്റ് ചെയ്യുക? ഓക്കെ. ഓതർ, ടൈറ്റിൽ, പബ്ലിഷർ, ഓതർ, കോമ. ഓതറിന് തന്നെ സ്പ്ലിറ്റ് ഉണ്ട്. ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം ഫുൾ സ്റ്റോപ്പ്, ടൈറ്റിൽ ഫുൾ സ്റ്റോപ്പ്, പബ്ലിഷർ കോമ ഇയർ ഫുൾ സ്റ്റോപ്പ്. ഓക്കെ, പ്ലീസ് ഡു റിമെമ്പർ ദിസ് ഫോർമാറ്റ്. Then goes correct next question. Correct MLA in text citation for a quote on page 45 of Smith 2010 book. MLA ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു നമ്മൾ വർക്ക് സൈറ്റിൽ എൻഡിൽ കൊടുക്കുന്നതല്ല. നമ്മളൊരു പാരഗ്രാഫ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിസർച്ച് പേപ്പറിൽ. ആ ടൈമിൽ നമുക്ക് വേറെ ആരുടെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ബുക്കിലത്തെ ഒരു ലൈൻ എഴുതണം. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ഞാൻ കുറെ നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിക്കൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോ വാട്ട് ഈസ് ദി ആൻസർ? ഇയർ 2010 ബുക്കാണ്, പേജ് നമ്പർ 45 ആണ്. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിക്കൻസ് 45 ബ്രാക്കറ്റ് ക്ലോസ്ഡ്. അപ്പൊ ഇവിടെ എന്താ വരാ? ഓപ്ഷൻ എ ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ സി. ഓക്കെ. ഇപ്പൊ നമ്മള് 2010 എഴുതിയിട്ടുള്ള ബുക്കിന്റെ ഏതെങ്കിലും ഒരു ലൈന് നമ്മൾ ഉള്ളിൽ പാരഗ്രാഫിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഓതറിന്റെ ലാസ്റ്റ് നെയിം ആയിരിക്കും സ്മിത്ത്, ഫുൾ നെയിം ജോൺ സ്മിത്ത് എന്നായിരിക്കും. ലാസ്റ്റ് നെയിം പ്ലസ് ആ പേജ് നമ്പർ ബ്രാക്കറ്റ് ക്ലോസ്ഡ്, ഇങ്ങനെയാണ് ഫോർമാറ്റ് എഴുതേണ്ടത്. ഓക്കെ. ഒരിക്കലും ഇയർ ആഡ് ചെയ്യാൻ പാടില്ല. ഇയർ ആഡ് ചെയ്യൽ APL ആണ്. MLA നമ്മൾ പേജ് നമ്പർ മാത്രമേ ആഡ് ചെയ്യുള്ളൂ. സോ പ്ലീസ് ഡു റിമെമ്പർ, നമ്മളൊരു MLA ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ പ്രകാരം MLA 9th എഡിഷനിലെ ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ ആണ് പറയുന്നത്. ഇൻ ടെക്സ്റ്റ് സൈറ്റേഷൻ പ്രകാരം നമ്മൾ ആ ഒരു വർക്ക് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഓതറിന്റെ ലാസ്റ്റ് നെയിം സ്പേസ് കോമ ഒന്നും ആഡ് ചെയ്യരുത്, സ്പേസ് പേജ് നമ്പർ. ദിസ് ഇസ് ദ ഫോർമാറ്റ്. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How should a direct quote longer than 4 lines be formatted in MLA? How should a direct quote longer than
four lines be formatted in MLA? എങ്ങനെയാണ് ഇപ്പൊ നമ്മളൊരു കോട്ട് ആഡ് ചെയ്യാണ് റിസർച്ച് പേപ്പറിൽ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആ കോട്ടിന് പക്ഷെ 4 ലൈൻസിൽ കൂടുതലുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും MLA പ്രകാരം നമ്മൾ ഫോർമാറ്റ് ചെയ്യുക? കൊട്ടേഷൻ മാർക്സ് കൊടുക്കുവോ? ഇൻഡന്റ് എൻറ്റയർ കോട്ട് ആൻഡ് ഒമിറ്റ് കൊട്ടേഷൻ മാർക്സ് ആണോ? ഏതാണ്? നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, റിസർച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. റിസർച്ച് പേപ്പർ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വി ഹാവ് ഒരു കോട്ട് ആഡ് ചെയ്യണം. ആ കോട്ട് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ 4 ലൈൻസിൽ കൂടുതലുണ്ട്. 4 ലൈൻസിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒരിത്തിരി സ്പേസ് വിട്ടിട്ട് നമ്മൾ ഇങ്ങനെ എഴുതും. കൊട്ടേഷൻസ് ഒന്നും കൊടുക്കാതെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതും. ഓക്കെ, അപ്പൊ ഇതിൽ ഏത് ഓപ്ഷനാ കറക്റ്റ്? ഇതിൽ ഏത് ഓപ്ഷനാ കറക്റ്റ്? Which is the correct option? The correct option is indent the entire quote by half inch. നമ്മൾ ആ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു ഹാഫ് ഇഞ്ച് കോട്ട് മാറ്റി നിർത്തിയിട്ട് കൊട്ടേഷൻ മാർക്സ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ ആ കോട്ടിനെ പ്രസന്റ് ചെയ്യുന്നതാണ് ഐഡിയലി MLA പ്രകാരം സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്ലീസ് ഡു റിമെമ്പർ ദാറ്റ് പോയിന്റ്. Then next question, this we have already discussed. Next, ഓക്കെ, MLA വർക്ക് സൈറ്റിൽ നമ്മൾ ഓതറിന്റെ വർക്ക്സ് എഴുതുമ്പോൾ ഹൗ ഡു വി സൈറ്റ്? നമ്മൾ ഏത് ഓർഡറിലാണ്? അപ്പം കുറേ വർക്ക് സൈറ്റിൽ കുറേ എൻട്രീസ് ഉണ്ടാവും. ആ എൻട്രീസ് ഒക്കെ നമ്മൾ ഏത് ഓർഡറിലാണ്? ഒരു ആൽഫബറ്റിക് ഓർഡറിലാണ് പോവുക. പക്ഷെ ഏതിനെയാണ് നമ്മൾ നോക്കുക? ആൽഫബറ്റിക് ഓർഡറിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഏത് ഓർഡറിലാണ് നമ്മൾ ആൽഫബറ്റിക്കലി പ്രസന്റ് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് വേർഡ് ആൽഫബറ്റിക്കലി ഏതാ വെച്ചിട്ടാണോ, അല്ലെങ്കിൽ ടൈറ്റിലിന്റെ ആൽഫബറ്റിക്സ് ആണോ നോക്കുക, അല്ലെങ്കിൽ ക്രൊണോളജി ഇയർ നോക്കിയിട്ടാണോ നമ്മൾ ചെയ്യുക? ആൽഫബറ്റിക്കലി ബൈ ടൈറ്റിൽ ആണോ? നമ്മൾ ഫസ്റ്റ് ഒരു വർക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നെയിമാ കൊടുക്കുക? നമ്മൾ ഓതറിന്റെ നെയിം അല്ലേ കൊടുക്കുക? ഓതറിന്റെ ലാസ്റ്റ് നെയിമാ ഫസ്റ്റ് കൊടുക്കുക. അപ്പൊ ഏതായിരിക്കും? നോ നോ നോ, ഡി അല്ല, എയും അല്ല. ഇറ്റ് ഈസ് ആൽഫബറ്റിക്കലി ബൈ ഓതേഴ്സ് ലാസ്റ്റ് നെയിം. ഓക്കെ, നമ്മൾ ഒരു വർക്ക് സൈറ്റഡ് ഞാൻ പറഞ്ഞു ഓതറിന്റെ ലാസ്റ്റ് നെയിം കോമ ഫസ്റ്റ് നെയിം ഫുൾ സ്റ്റോപ്പ് ടൈറ്റിൽ ഇങ്ങനെയല്ലേ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് എപ്പോഴും ഉണ്ടാവുക ഓതറിന്റെ ലാസ്റ്റ് നെയിം അല്ലേ? അപ്പൊ ഓതറിന്റെ ലാസ്റ്റ് നെയിം അനുസരിച്ചിട്ടാണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കാം. ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രൈമറി പേർപ്പസ് ഓഫ് എ വർക്ക് സൈറ്റഡ് പേജ് എന്താ? വാട്ട് ഇസ് ദ പ്രൈമറി പേർപ്പസ്? വർക്ക് സൈറ്റഡ് പേജ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? What do we intend by this primary focus or primary cited pages? What is the answer? The answer is acknowledge cited sources and enable verification. Okay, B is the correct answer. But to acknowledge ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് പ്ലേജിയറിസം ആയിട്ട് മാറും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, MLA ഇൻടെക്സ് സൈറ്റേഷനിൽ ഞാൻ നേരത്തെ പറഞ്ഞു ജോൺ സ്മിത്ത് ആണെങ്കിൽ സ്മിത്ത് 45 എഴുതിയത്. ഇപ്പൊ രണ്ട് റൈറ്റേഴ്സിനുള്ള ഒരു ബുക്ക് ആണെങ്കിലോ? രണ്ട് റൈറ്റേഴ്സ് ഉള്ള ബുക്ക് ആണെങ്കിലോ വാട്ട് ഡു വി ഡു? എങ്ങനെ എഴുതും? Okay, what is the answer? A. Okay, so let us check whether it is correct or not.
ഇറ്റ് ഈസ് സ്മിത്ത് ആൻഡ് ഡോ. ഇപ്പൊ ഡോ എന്ന് പറഞ്ഞൊരു റൈറ്റർ കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ആൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് ഓതറിനെയും പറയും, എന്നിട്ട് വി യൂസ് പേജ് നമ്പർ. ഓക്കെ, ഇങ്ങനെയാണ് പോവാം. സോ പ്ലീസ് ഡു റിമെമ്പർ ദിസ് റൂൾ ഓൾസോ. ഇനി കുറേ ഓതേഴ്സ്, ഹൗ ഷുഡ് ബി മൾട്ടിപ്പിൾ ഓതേഴ്സ് ബി സൈറ്റഡ്? മൾട്ടിപ്പിൾ ഓതേഴ്സ് ഉള്ള ഒരു വർക്കിനെ നമ്മൾ ഇൻടെക്സ്റ്റ് സൈറ്റേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ വർക്ക് സൈറ്റഡ് പേജിലായിക്കോട്ടെ, വാട്ട് എവർ ബി, നമ്മൾ എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ഓതേഴ്സ് ഉള്ളത് നമ്മൾ എങ്ങനെയാണ് സൈറ്റേഷൻ ഇടാം? ഹൗ ഡു വി ഡു സൈറ്റേഷൻ? ഓപ്ഷൻ ബി. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന്റെ പേര് എഴുതാ, എന്നിട്ട് എറ്റ് ആൽ ഫുൾ സ്റ്റോപ്പ്, എറ്റ് ആൽ ഫുൾ സ്റ്റോപ്പ് എന്ന് യൂസ് ചെയ്യുക. ദിസ് ഇസ് ദി ഐഡിയൽ വേ ത്രൂ വിച്ച് നമ്മളൊരു മൾട്ടിപ്പിൾ ഓതേഴ്സ് ഉള്ളൊരു വർക്കിനെ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ഹൗ വി ഡു. ഓക്കെ, സോ പ്ലീസ് ഡു റിമെമ്പർ, ഇങ്ങനത്തെ കുറച്ച് MLA സ്റ്റൈലുള്ള ഡോക്യുമെന്റേഷൻ സ്റ്റൈലിലുള്ള ഓതേഴ്സ് എങ്ങനെയാ ലിസ്റ്റ് ചെയ്യുക, ടൈറ്റിൽ എങ്ങനെയാ ലിസ്റ്റ് ചെയ്യുക, പബ്ലിഷറിനെ എങ്ങനെയാ ലിസ്റ്റ് ചെയ്യുക, ആ ഒരു പെർഫെക്റ്റ് ഓർഡർ മനസ്സിലാക്കി, ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെക്കുക. ഇവിടെ മൾട്ടിപ്പിൾ ഓതേഴ്സ് വരുമ്പോൾ ഫസ്റ്റ് ഓർഡറിനെ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ, എന്നിട്ട് ബാക്കിയുള്ള ഓതേഴ്സിന് പകരമാണ് നമ്മൾ എറ്റ് ആൽ എന്ന് മെൻഷൻ ചെയ്യും. സോ ദിസ് ഇസ് ഹൗ ദ പാറ്റേൺ ഗോസ് ലൈക്ക്. സോ പ്ലീസ് ഡു റിമെമ്പർ ഓൾ ദീസ് റൂൾസ്. ഇങ്ങനത്തെ കുറെ PYQs സോൾവ് ചെയ്യുക നെറ്റിൽ. ഞാൻ പറഞ്ഞു, ജനറലി മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ MLA സൈറ്റേഷൻസ് എങ്ങനെയാണെന്ന് നോക്കുക, റിസർച്ച് പ്രോസസ്സിന്റെ എത്തിക്സ് ഏതൊക്കെയാ, എയിംസ് ഏതൊക്കെയാ, ടൈപ്സ് ഓഫ് റിസർച്ച്, ആൻഡ് ഓൾസോ മെയിൻലി വെരി മച്ച് യു ഹാവ് ടു, നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ദ പ്രോസസ്സ്, ആ സ്റ്റെപ്സ് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ MLA ചാപ്റ്റേഴ്സ്, ഒരു അതുവരെ MLA ചാപ്റ്റേഴ്സിനെ പറ്റി ഒന്നും ചോദിക്കാത്തതായിരുന്നു. സർപ്രൈസിംഗ്ലി ലാസ്റ്റ് ഇയർ ഡിസംബർ ഐ ഗെസ്, അല്ലെങ്കിൽ ജൂൺ, വാട്ട് എവർ, ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹൗ MLA ചാപ്റ്റേഴ്സ്, ഈ ചാപ്റ്ററിൽ എന്താ ഡിസ്കസ് ചെയ്തത്. സോ അപ്പൊ നമുക്ക് അതൊരു അറിയാത്തൊരു ഏരിയ ആയി മാറുത്, എസ്പെഷ്യലി വെൻ വി ആർ ട്രൈങ് ടു എയിം ഫോർ JRF ഒക്കെ എയിം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈച്ച് ക്വസ്റ്റ്യൻ ഇസ് വാല്യുബിൾ ഫോർ അസ്. സോ ഈ ഓരോ കാര്യങ്ങളും പ്ലീസ് ഡു റിമെമ്പർ. ആൻഡ് വി ആർ വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ ബിക്കോസ് ഇറ്റ്സ് ഓൾറെഡി എ ബിറ്റ് ലെങ്തി. And I hope everyone cracks UGC NET with JRF this time. Do make your preparations very much vigorous ആക്കിയിട്ട് മാറ്റുക. വേറെ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസിനൊന്നും പോകാതെ മേക്ക് ഇറ്റ് വെരി മച്ച് എഫേർട്ട്, നിങ്ങളുടെ കംപ്ലീറ്റ് എഫേർട്ട് ഇട്ട് മാക്സിമം ടൈം എടുത്തിട്ട് റിവൈസ് ചെയ്യുക. ഓൾറെഡി ഉള്ള നോളജ് ഒക്കെ റിവൈസ് ചെയ്ത് മേക്ക് ഇറ്റ് ഫേം ഇൻ യുവർ ഹെഡ്. ഓക്കെ, സോ താങ്ക് യു ഫോർ ബീങ്